വെരിക്കോസ് വെയിൻ രോഗികൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? വെരിക്കോസ് വെയിൻ, പൈൽസ്, വെരിക്കോസീൽ തുടങ്ങിയ രോഗങ്ങൾക്ക് കാരണം വെയിൻ, അതായത് വിസർജ്യ വസ്തുക്കൾ ശേഖരിച്ച് തിരികെ ഹൃദയത്തിൽ എത്തിക്കുന്ന രക്തക്കുഴലുകളിലെ പ്രഷർ കൂടുന്നതും രക്തക്കുഴലുകളുടെ ഭിത്തിക്കും വാൽവുകൾക്കും ഉണ്ടാകുന്ന ക്ഷതവുമാണ്. കാലിലാണ് വെയിനിൽ പ്രഷർ കൂടി ഞരമ്പുകൾ തടിച്ചു വരുന്നതെങ്കിൽ വെരിക്കോസ് വെയിൻ എന്നും, മലദ്വാരത്തിലാണെങ്കിൽ പൈൽസ് എന്നും, വൃഷ്ണസഞ്ചിയിലാണെങ്കിൽ വെരിക്കോസീൽ എന്നും പറയും. ഓപ്പറേഷനുകളിലൂടെ രക്തക്കുഴലുകളെ ചുരുക്കുകയോ എടുത്തു കളയുകയോ ചെയ്ത് രക്തം കെട്ടി നിൽക്കുന്നത് മൂലമുള്ള അസ്വസ്ഥതകൾ കുറയ്ക്കുക എന്നതാണ് മോഡേൺ മെഡിസിന്റെ ചികിത്സാരീതി. ചികിത്സയുടെ ഭാഗമായി രക്തക്കുഴലുകളെ നശിപ്പിക്കുന്നത് പാർശ്വഫലങ്ങൾ ഉണ്ടാക്കാം. ഞരമ്പുകളെ എടുത്തു മാറ്റുകയോ ലേസറോ മരുന്നുകളോ ഉപയോഗിച്ച് വീർത്ത രക്തക്കുഴലിനെ ചുരുക്കുകയോ ചെയ്താൽ രക്തയോട്ടത്തിന് തടസ്സം വരാം. അതുകൊണ്ടാണ് സ്ലിറോതെറാപ്പി, ലേസർ സർജറി, ഗ്ലൂ തെറാപ്പി, സ്ട്രിപ്പിംഗ് തുടങ്ങി ചികിത്സകൾ ചെയ്താലും വീണ്ടും അസ്വസ്ഥതകളും രക്തസ്രാവവും അൾസറും ഒക്കെ ഉണ്ടാകുന്നത്. കേടായ രക്തക്കുഴലുകളെ നശിപ്പിക്കുന്നതിന് പകരം പോഷകങ്ങൾ നൽകി അവയെ ശക്തിപ്പെടുത്തി റിപ്പയർ ചെയ്ത് രക്തയോട്ടം വർദ്ധിപ്പിച്ച് അസ്വസ്ഥതകൾ കുറയ്ക്കാൻ സാധിക്കില്ലേ? അതിനായി എന്താണ് ചെയ്യേണ്ടത്? ജീവിതശൈലി ക്രമീകരണത്തിലൂടെ ഇമ്മ്യൂണിറ്റിയെ, ശരീരത്തിന്റെ സെൽഫ് ഹീലിംഗ് പവറിനെ ശക്തിപ്പെടുത്തി ഇത്തരം രോഗങ്ങളിൽ നിന്ന് എങ്ങനെ മോചനം നേടാനാകുമെന്ന് നോക്കാം. ഒരു ഹെൽത്ത് ടിപ്പ് തരിക എന്നതിനുപരി രോഗത്തിന്റെ കാരണങ്ങളെയും നേരത്തെ കണ്ടെത്താനുള്ള മാർഗങ്ങളെയും രോഗം ശരീരത്തെ എത്രമാത്രം ബാധിച്ചു എന്ന് മനസ്സിലാക്കാനുള്ള പരിശോധനാ രീതികളെയും മോഡേൺ മെഡിസിനിൽ ലഭ്യമായ ചികിത്സാ രീതികളെയും അവയുടെ ഗുണദോഷങ്ങളെയും പരിമിതികളെയും കുറിച്ച് അറിവ് നൽകുകയും ഒപ്പം തന്നെ ജീവിതശൈലിയുമായി ഈ രോഗങ്ങൾക്കുള്ള ബന്ധവും ജീവിതശൈലി ക്രമപ്പെടുത്തുന്നതിലൂടെ രോഗപ്രതിരോധവും രോഗമുക്തിയും എങ്ങനെ സാധ്യമാക്കാം എന്ന് മനസ്സിലാക്കാൻ സഹായിക്കുക എന്നതാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത്. മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്ന രോഗികൾ പരിശോധനകൾ നടത്തി ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രമേ മരുന്നുകൾ കുറയ്ക്കുകയോ നിർത്തുകയോ ചെയ്യാവൂ എന്ന കാര്യം പ്രത്യേകം ഓർമ്മിക്കണം. നമ്മൾ രക്തക്കുഴലുകളെ ബാധിക്കുന്ന രോഗത്തെക്കുറിച്ച് മനസ്സിലാക്കണമെങ്കിൽ ഈ രക്തക്കുഴലുകളും ഹൃദയവും ഒക്കെ എങ്ങനെയാണ് ഫങ്ഷൻ ചെയ്യുന്നതെന്നും കൂടെ നമ്മൾ അറിയണം. നമ്മുടെ ബോഡിയിൽ നമുക്കറിയാം, ഹാർട്ടുണ്ട്, ഹാർട്ട് പമ്പ് ചെയ്യും, അതിനകത്തൂടെ ആർട്ടറി, അതായത് ശുദ്ധരക്തം കൊണ്ടുപോകുന്നതിനാണ് ആർട്ടറി എന്ന് പറയുന്നത്. ആർട്ടറി കൂടെ ബ്ലഡ് പോയി ന്യൂട്രീഷനൊക്കെ കൊടുക്കുക, എല്ലാ സെല്ലുകൾക്കും എത്തിക്കുക എന്നുള്ളതാണ്. അത് കഴിഞ്ഞിട്ട് വെയിന് നമുക്ക് കാണാമല്ലോ, നീല നിറത്തിലുള്ള, അതാണ് നമ്മൾ വെയിൻ എന്ന് പറയുന്നത്. അതാണ് ഡീഓക്സിജനേറ്റഡ് അല്ലെങ്കിൽ വേസ്റ്റ് ഒക്കെ കളക്ട് ചെയ്ത് തിരിച്ചു വരുന്ന ബ്ലഡ്. ഈ രക്തക്കുഴലുകൾക്ക് ഏകദേശം 1,00,000 കിലോമീറ്റർ, 60,000 മൈൽ, 1,00,000 കിലോമീറ്ററോളം ലെങ്ത് ഉണ്ട് ഹോൾ ബോഡിയിൽ വരുമ്പോൾ. അതിൽ ഏകദേശം 50% ആർട്ടറിയും 50% വെയിനുമാണ്. ഇപ്പം നമ്മൾ ഈ രക്തക്കുഴലുകളുടെ ഒപ്പം തന്നെ പോകുന്നുണ്ടാകും ലിംഫാറ്റിക്സ്. അതായത് ആർട്ടറി എന്ന് പറഞ്ഞ് ബ്ലഡ് വെയിനിലേക്ക് വരുന്നതിൻ്റെ ഇടയിൽ കുറച്ച്, അത് കംപ്ലീറ്റ് അത് വെയിനിൽ കൂടെ കയറി വരികയല്ല, അതിനെ കൊണ്ടുപോകാനുള്ളതാണ് ലിംഫാറ്റിക്സ് എന്ന് പറഞ്ഞ് ഒരു 10-15% വീണ്ടും പുറത്തുണ്ടാകും ഈ ഫ്ലൂയിഡ്സ് ഒക്കെ. അതിനെയാണ് ലിംഫാറ്റിക്സ് വഴി പോകുന്നത്. ഇവരെല്ലാം ഒന്നിച്ചാണ് ആക്ച്വലി ആർട്ടറി, വെയിന്, ലിംഫാറ്റിക്സ്, നെർവ്സ്, ഇവരെല്ലാം ഒന്നിച്ച് ഒരു ചാനലിൽ കൂടെയാണ് ഒന്നിച്ച് പോകുന്നത്. അപ്പം നമ്മളെപ്പോഴും കാണുന്നത് വെയിനായിരിക്കും. വെയിനെയാണ് പുറമേ, ഇപ്പം നമുക്ക് കാണുമ്പം നമ്മൾ ബ്ലഡൊക്കെ ഇത് കയ്യിലും ഒക്കെ നമുക്ക് രക്തക്കുഴലുകളിലെ കാണുന്നത് വെയിനാണ്. അതിൻ്റെ ഒപ്പം തന്നെ അല്ലെങ്കിൽ അതിനോടടുത്ത് തന്നെ ആർട്ടറി ഉണ്ടാകും. നമുക്ക് അത്രയും പുറമേ കാണാൻ മാത്രം ഉണ്ടാവില്ല. നമ്മൾ പലപ്പോഴും ഈ വെരിക്കോസ് വെയിൻ എന്നൊക്കെ പറയുമ്പോൾ അത് നമ്മൾ കാലിലാണ് ആദ്യമായിട്ട് കാണുന്നത്. പിന്നെ ഉള്ളത് അല്ലെങ്കിൽ പൈൽസ് ഒക്കെ ആയിട്ട് ആർഷസ് എന്നൊക്കെ പറയുന്നത് അത് ഏനസിന്റെ അവിടെയാണ്. പിന്നെ വെരിക്കോസീൽ എന്ന് പറയുന്നത് സ്ക്രോട്ടത്തിലാണ്. എന്തുകൊണ്ടാണ് അവിടെ മാത്രം ഇങ്ങനെ വരുന്നത് എന്നുള്ളതാണ്. ബേസിക്കലി ഈ ബ്ലഡ് വെസൽസ്, ഹാർട്ടുണ്ട് നമുക്ക് പമ്പ് ചെയ്യാനായിട്ട്, പുറത്തേക്ക് പമ്പ് ചെയ്യാനാണ്. പക്ഷെ തിരിച്ചു പോകുന്നത് ശരിക്കും അവിടെ ഒരു പമ്പിങ് സിസ്റ്റം ഇല്ല. ശരിക്കും പമ്പായിട്ട് വർക്ക് ചെയ്യുന്ന കാലിലെ ബ്ലഡാണ് തിരിച്ചു പോകാനുള്ള പമ്പെന്ന് പറഞ്ഞാൽ നമ്മളുടെ കാലിന്റെ മസിൽ തന്നെയാണ് പമ്പായിട്ട് വരുന്നത്. അപ്പം അതിൽ സൂപ്പർഫിഷ്യലി നമ്മൾ കാണുന്ന ഈ സാധാരണ വെരിക്കോസ് വെയിൻ എന്ന് പറയുമ്പോൾ തടിച്ചു വരുന്നത് അത് പുറമെ നമ്മുടെ സബ്ക്യൂട്ടേനിയസ് ടിഷ്യൂ, സ്കിന്നിന്റെ അടിയിലുള്ളതിനെയാണ് നമ്മൾ കാണുന്നത്. ഈ സ്കിന്നിന്റെ അടിയിൽ നിന്ന് ഇങ്ങനെ കളക്ട് ചെയ്തുകൊണ്ട് വരുന്നതും ഡീപ്പ് മസിലിനകത്തൂടെയാണ് വലിയ രക്തക്കുഴലുകൾ പോകുന്നത്. ശരിക്കും മസിനകത്തൂടെയാണ്. നമ്മൾ പുറമേ കാണുന്നത് വളരെ കുറച്ച് ബ്ലഡാണ് ഈ സബ്ക്യൂട്ടേനിയസ് ആയിട്ട് പോകുന്നത്. അതിന് രണ്ടിനെയും കൂടെ കണക്ട് ചെയ്തിട്ട് പെർഫറേറ്റേഴ്സ് എന്ന് പറഞ്ഞ് പ്രത്യേകതരം കണക്റ്റിംഗ് വെസൽസും ഉണ്ട്, ട്യൂബ്സ് പോലെ കണക്റ്റിംഗ് ട്യൂബ്സ് ആണെന്ന് പറയാം. അപ്പം ഈ സൂപ്പർഫിഷ്യലി വരുന്ന, അത് നമ്മൾ ഈ വെരിക്കോസ് വെയിൻ ആയിട്ട് കാണുന്നതിന് അതിനകത്തൂടെ വരുന്നതൊക്കെ
തിരിച്ചല്ല, ശരിക്കും ഡീപ്പ് വെയിനുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. ഈ ഡീപ്പ് വെയിനിന് ചുറ്റും ഇരിക്കുന്നത് ശരിക്കും മസിലാണ്, അതാണ് പമ്പ് ചെയ്ത് മുകളിലേക്ക് വരുന്നത്. അപ്പൊ ഈ രക്തക്കൊഴലുകൾക്ക് ഡാമേജ് വരുമ്പോൾ അതിനെല്ലാം ഈ വെയിൻസിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അതിനൊക്കെ വാൽവുകളുണ്ട്. ആർട്ടറിയിലാണെങ്കിൽ നമുക്ക് വാൽവ് ഇല്ല. പക്ഷെ ഇത് തിരിച്ചു വരുമ്പോൾ വീണ്ടും ഈ ഗ്രാവിറ്റിയുടെ ഇഫക്റ്റിൽ അത് താഴേക്ക് പോകാതിരിക്കാനായിട്ട് ഇടയ്ക്കിടയ്ക്ക് വാൽവുകൾ ഉണ്ടാവും. അപ്പൊ ഈ രക്തക്കൊഴലുകളുടെ വാൽവിനും രക്തക്കൊഴലുകളുടെ വീർത്തു വരിക, അല്ലെ രക്തക്കൊഴലുകളുടെ വാൽവിനും ഡാമേജ് വരിക ഒക്കെ ചെയ്യുമ്പോഴാണ് നമ്മളുടെ ഈ വീർത്തു വരുന്നത്. അതിൻ്റെ കൂടെ പലതരം ഇൻഫ്ലമേഷൻ, നീർക്കെട്ട് പോലെ വരിക, ഇതും കൂടെ വരുമ്പം ആണ് ഇത് വീർത്തു വരുന്നത്. പിന്നെ നമ്മളുടെ ബ്രീത്തിങ്, ഇപ്പൊ നമ്മൾ ശ്വാസം നീട്ടി എടുത്തു വെച്ചിരിക്കുകയാണ്, ശ്വാസം നമ്മുടെ നെഞ്ചിനകത്ത് ശ്വാസം നിറഞ്ഞു നിൽക്കുകയാണെങ്കിൽ രക്തയോട്ടം ഹാർട്ടിലേക്ക് കുറയും. അപ്പൊ അതും ഈ ബ്രീത്തിങ് മൂവ്മെന്റ് അനുസരിച്ചും ഈ ബ്ലഡിന്റെ ഫ്ലോയ്ക്കകത്ത് വ്യത്യാസം വരുന്നുണ്ട്. നമ്മളിങ്ങനെ ബ്ലഡ് ഇങ്ങനെ വീർത്ത്, കാലിലാണേലും വീർത്ത്, അല്ലെങ്കിൽ പൈൽസ് ആയിട്ടോ അല്ലെങ്കിൽ സ്ക്രോട്ടത്തിൽ വെരിക്കോസിലായിട്ടൊക്കെ വന്നാൽ എന്താണ് കുഴപ്പം എന്നുള്ളതാണ്. ബേസിക്കലി കുഴപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബ്ലഡ് തിരിച്ചു വരുന്നത് വേസ്റ്റ് കൊണ്ടുവരുന്നതന്നെ. അപ്പം വേസ്റ്റ് ആയിട്ട് വരുന്നതൊക്കെ ടോക്സിൻസ് ആണല്ലോ. അതിങ്ങനെ നിറഞ്ഞു നിന്ന് നമ്മുടെ സെല്ലിന് ഡാമേജ് വരും. അതുകൊണ്ടാണ് ഈ കാലിൽ വെരിക്കോസ് വെയിൻ വന്നു കഴിഞ്ഞ് സ്കിന്നിന് പൊട്ടൽ വരികയും, അതുപോലെ ബ്ലഡ് വെസൽ ഡാമേജ് വന്ന് വളരെ തിന്നായി കഴിഞ്ഞാണ് പ്രഷർ കൂടി കഴിയുമ്പോൾ അത് ചിലപ്പോൾ പൊട്ടുക ചെയ്യുക, അല്ലെങ്കിൽ അവിടെ അൾസർ വരിക. ഈവൻ സ്ക്രോട്ടത്തിലാണെങ്കിൽ വരുന്ന, പുരുഷന്മാരിൽ വരുന്നതാണ് സ്ക്രോട്ടത്തിൽ വരുന്നത്. അപ്പം ഇൻഫെർട്ടിലിറ്റി വരും. കാരണം ബീജത്തിന്റെ വളർച്ച പ്രോപ്പറാകാതെ വരും, അവിടെ ടോക്സിൻ കെട്ടി നിൽക്കുന്നതുകൊണ്ട്. അതുപോലെ ഏനസിലാണെങ്കിൽ ഏനസിന്റെ ബൾജ് വരിക, താഴേക്ക് വരിക, തള്ളി വരിക, ഇങ്ങനത്തെയൊക്കെ ഉള്ള പ്രശ്നങ്ങളാണ് വരുന്നത്. അപ്പം നമ്മൾ ഇതിന്റെ സിംറ്റംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ബേസിക്കലി ഇത് എവിടെയാണോ വന്നിരിക്കുന്നത്, അപ്പൊ താഴെയാണ് വന്നിരിക്കുന്നതെങ്കിൽ കാലിലാണെങ്കിൽ കാലിലായിരിക്കും വരുന്നത്, ഏനസിലാണ് വരുന്നതെങ്കിൽ ആർഷസ് ആയിട്ട് വരും, സ്ക്രോട്ടത്തിലാണെങ്കിൽ വരുന്നത് അവിടുത്തെ വെരിക്കോസിയിലായിട്ട് വരും. അതിന്റെ എക്സ്റ്റെന്റ് കൂടുന്നതനുസരിച്ച് അവിടെ കളറിന് വ്യത്യാസം വരും, ചൊറിച്ചിൽ വരാം, നീർക്കെട്ട് വരാം, അത് കഴിഞ്ഞ് ചൊറിഞ്ഞ് പൊട്ടിക്കഴിഞ്ഞ് അൾസറിലേക്ക് പോകാം, ബ്ലീഡിങ് വരാം, ചിലപ്പോൾ അത് ഇങ്ങനെ കൂടുതൽ നാൾ നിന്നിട്ട് ഫൈബ്രോസിസ് പോലെ അവിടെ ചുരുങ്ങുന്നത് പോലെ വരാം. ഇതിൽ നമ്മൾ എങ്ങനെ നമ്മളിത് ഡയഗ്നോസ് ചെയ്യുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം. പലർക്കും ഇപ്പം സിംറ്റംസ് വെച്ച് തന്നെ പേഷ്യൻറ്റിന് തന്നെ ഒരു പരിധി വരെ അറിയാം. പിന്നെ ഡോക്ടേഴ്സ് ആണെങ്കിൽ അത് പരിശോധിച്ച് നോക്കി, ഇപ്പം കാലിലെ ആണെങ്കിൽ നമ്മൾ കാണുമ്പം പല ലെവലിൽ, അത് പല സ്റ്റേജസ് ആയിട്ടാണ് നമ്മളിപ്പം കാലിലെ രക്തക്കൊഴലുകളുടെ ഈ വെരിക്കോസ് വെയിൻസ് എന്ന് പറയുമ്പം C0 to C6R എന്ന് പറഞ്ഞ് ഒരു 7 ഡിവിഷനായിട്ടാണ് അതിനെ ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ നോർമലാണ് C0 എന്ന് പറയും. കുറച്ചും കൂടെ ഈ സ്പൈഡർ വെയിൻസ് എന്ന് പറഞ്ഞ് തുടക്കം മാത്രമുള്ളതാണെങ്കിൽ അതിന് C1 എന്ന് പറയും. പിന്നെ വെയിനിൽ കൂടുതലായിട്ട് നീർക്കെട്ടിലേക്കൊക്കെ വരുവാണെങ്കിൽ C2, പിന്നെ കളർ ചേഞ്ച് വരുവാണെങ്കിൽ, അങ്ങനെ ഓരോ ലെവലിൽ ഈ ബ്ലീഡിങ് ഉണ്ടായിട്ടുണ്ടോ, അൾസർ ഉണ്ടായിട്ടുണ്ടോ, ഈ കണക്കൊക്കെ അനുസരിച്ചാണ്. ഏറ്റവും കൂടുതൽ വീണ്ടും അൾസറൊക്കെ വരുന്നതിനാണ് C6R എന്ന് പറയുന്നത്, റിക്കറന്റ് അൾസർ എന്ന് പറയുന്നത്. നെക്സ്റ്റ് നമ്മളൊരു ഡയഗ്നോസ്റ്റിക് ഇൻവെസ്റ്റിഗേഷൻ ആയിട്ട് ചെയ്യുന്നത് ഡോപ്ലർ സ്റ്റഡിയാണ്. ഡോപ്ലർ സ്റ്റഡി ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ കാലിൻ്റെ ആണെങ്കിൽ ഡോപ്ലർ ചെയ്യാം, അതുപോലെ വെരിക്കോസീലിൻ്റെ ആണെങ്കിൽ ഡോപ്ലർ ചെയ്യാം. പക്ഷെ പൈൽസിന് വേണ്ടിയിട്ട് നമ്മൾ നോക്കുന്നത് എൻഡോസ്കോപ്പി, അല്ലെങ്കിൽ പഴയ കാലത്താണ് പ്രോക്ടോസ്കോപ്പി എന്ന് പറയും, ഒരു എക്യുപ്മെന്റ് വെച്ച് ഉള്ളിലേക്ക് നോക്കി കണ്ടുപിടിക്കും. ഇപ്പം അതുപോലെ ഫ്ലെക്സിബിൾ എൻഡോസ്കോപ്പ് ഉണ്ട്, അത് വെച്ച് നോക്കി വേറെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ, ഇപ്പം ബ്ലീഡിംഗ് ഒക്കെ ആയിട്ടായിരിക്കുമല്ലോ വരുന്നത്, പിന്നെ ഈ ക്യാൻസറിൻ്റെ വല്ലതും ആണോ എന്നൊക്കെ തിരിച്ചറിയാനും കൂടെ ആയിട്ട് എൻഡോസ്കോപ്പിയാണ് പൈൽസിനാണ് നോക്കുന്നത്. കാലിലാണെങ്കിൽ ഡോപ്ലർ, അതുപോലെ വെരിക്കോസ് വെയിനാണെങ്കിലും വെരിക്കോസീലാണെങ്കിലും ഡോപ്ലർ സ്റ്റഡി, അതായത് പ്രത്യേകതരം അൾട്രാസൗണ്ട് സ്കാനാണ്. അപ്പോൾ അതിനകത്ത് ബ്ലഡിന്റെ ഫ്ലോയും കൂടെ സ്റ്റഡി ചെയ്യാൻ പറ്റുന്നതാണ്. നെക്സ്റ്റ്, ഇതിൽ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഈ പ്രശ്നങ്ങൾ വരുന്നതെന്നുള്ള, എന്തുകൊണ്ടാണ് വെരിക്കോസ് വെയിൻ വരുന്നു, അതുപോലെ തന്നെ അത് അൾസറിലേക്ക് പോകുന്നു, അല്ലെങ്കിൽ ബ്ലീഡിങ് ചെയ്യുന്നു, എന്താണ് അതിന്റെ പതോളജിക്കൽ പാർട്ട് എന്നുള്ളതാണ്. ബേസിക്കലി ഈ ബ്ലഡ് അവിടെ കെട്ടി നിൽക്കുകയാണ്. നേരത്തെ ഞാൻ പറഞ്ഞാൽ ഇത് മുകളിലേക്ക് പമ്പ് ചെയ്യുന്നത് നമ്മളുടെ കാലിലെ മസിൽ തന്നെയാണ്. അപ്പം നമ്മൾ എക്സസൈസ് ഇല്ല, അതുപോലെ തന്നെ കൂടുതൽ നേരം നിൽക്കുകയാണെങ്കിൽ അവിടെ ബ്ലഡ് പൂൾ ചെയ്യും. അപ്പം നമ്മൾ അനങ്ങാതെ നിൽക്കുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി അവിടെ പൂൾ ചെയ്ത് അതിന് മുകളിലോട്ട് കയറി പോകാൻ പറ്റാതെ വരും. നമ്മൾ ബ്ലഡിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 75% ബ്ലഡ് നമ്മുടെ വെയിനുകൾക്കകത്താണ് ഈ കിടക്കുന്നത്. ഹാർട്ടൊക്കെ ചെറുതാണ്, നമുക്ക് ഓൾമോസ്റ്റ് 5 ലിറ്റർ ബ്ലഡ് ആണ് ഒരാളുടെ, ഒരു അഡൾട്ടിന് അറൗണ്ട് 5 ലിറ്റർ ബ്ലഡ് ഉണ്ട്. ആ ബ്ലഡിൽ 75% ആൾമോസ്റ്റ് 4 ലിറ്ററും ഈ വെയിനുകൾക്കകത്താണ് ഇരിക്കുന്നത്. അതൊരു സ്റ്റോറേജ് സ്പേസ് ആയിട്ടും കൂടെയാണ്. കാരണം ആർട്ടറി കൂടെ വളരെ ഫാസ്റ്റ് ആയിട്ടാണ്, ആർട്ടറികൾ വളരെ കമ്പാരിറ്റീവ്ലി വെയിനുകളെ വെച്ച് ചെറുതുമാണ്. അപ്പോൾ അതിനകത്തല്ല, മെയിൻലി ബ്ലഡ് പൂൾ ചെയ്തിരിക്കുന്നത് വീനസ് സിസ്റ്റത്തിലാണ്. അപ്പോൾ അവിടെ ഈ പമ്പിങ് നടക്കാതെ വരുന്നത് കൊണ്ട് അവിടെ സ്റ്റാഗ്നേഷൻ വന്നു കഴിയുമ്പോൾ പ്രഷർ കൂടും.
അപ്പം രക്തക്കുഴലുകളിൽ നമ്മൾ സാധാരണ പ്രഷർ എന്ന് പറയുന്നത് നമ്മുടെ ആർട്ടറിയിലെ പ്രഷറിനെയാണ് നമ്മൾ ഈ നോക്കിയിട്ടൊക്കെ പ്രഷർ കൂടുന്നു എന്നൊക്കെ പറയുന്നത്. ഈ വീനസ് പ്രഷർ എന്ന് പറഞ്ഞാൽ വളരെ ആർട്ടറിയുടെ വെച്ച് നോക്കുമ്പോൾ വളരെ കുറവായിരിക്കും. അപ്പം അത് കൂടിയാൽ അത് കൂടുമ്പം ഈ രക്തക്കുഴൽ വീർത്തു വന്നു കഴിയുമ്പം ഇതിനകത്തുള്ള ഈ വാൽവുകളുണ്ട്, വാൽവുകൾ അകന്നുപോയി അതിന് ഇൻകോമ്പറ്റൻസ് വരും. അപ്പോൾ ഇത് ബ്ലഡ് താഴേക്ക് വീണ്ടും കൂടുതൽ പോകാൻ തുടങ്ങും. ഈവൻ നമ്മൾ ഒരു മസിൽ വെച്ച് ആക്ഷൻ വന്നു, നമ്മൾ എന്തെങ്കിലും ഫിസിക്കൽ ആക്ടിവിറ്റി ചെയ്ത് പമ്പ് ചെയ്താൽ പോലും റിലാക്സ് ചെയ്യുന്ന സമയത്ത് കുറച്ച് താഴേക്കും കൂടെ പോകും. ഇതാണ് ഇതിൽ വരുന്നത്. എന്തുകൊണ്ട് അങ്ങനെ വരുന്നു, എന്തുകൊണ്ട് ഈ ഇങ്ങനെ വീർക്കാനുള്ള വേറൊരു കാരണം, ഒന്ന് പ്രഷർ കൂടുന്നതുകൊണ്ട്, നാച്ചുറലി പ്രഷർ കൂടുമ്പോൾ നമുക്ക് എന്ത് സാധനം വീർത്ത് വരുന്നതാണ്. കൂടാതെ ഈ രക്തക്കുഴലുകൾ വീക്കാകുന്നതാണ്. ഈ രക്തക്കുഴലുകൾ ഉണ്ടാക്കാനായിട്ട് പ്രത്യേകിച്ച് കണക്റ്റീവ് ടിഷ്യൂ എന്ന് പറയുന്നത് ഇലാസ്റ്റിൻ, കൊളാജൻ എന്നൊക്കെ പറഞ്ഞ് സ്പെഷ്യൽ പ്രോട്ടീനുകളാണ് യൂസ് ചെയ്യുന്നത്. അതിന് ഡാമേജ് വന്നു കഴിയുമ്പം ആ പ്രോട്ടീനിന്റെ ക്വാളിറ്റി ശരിയാകാതെ വരുമ്പോഴും ആണ് ഈ വാൽവ് ഡാമേജും രക്തക്കുഴലുകൾക്ക് ഡാമേജും വരുന്നത്. അതിൽ തന്നെ നമ്മൾ പറയും ഒരു ഹോമോസിസ്റ്റീൻ എന്ന് പറഞ്ഞ ഒരു പ്രത്യേകതരം പ്രോട്ടീൻ ഉണ്ട്. അത് ഈ പ്രോട്ടീൻ മെറ്റബോളിസം പ്രോപ്പർ ആകാതെ ചില വിറ്റാമിനുകളുടെയൊക്കെ കുറവുകൊണ്ട് പ്രോട്ടീൻ മെറ്റബോളിസം കറക്റ്റ് ആകാതെ വരുമ്പോൾ ഹോമോസിസ്റ്റീൻ എന്ന് പറഞ്ഞ ഒരു പ്രോട്ടീൻ ഉണ്ട്, ഒരു അമിനോ ആസിഡ്, പ്രോട്ടീൻ്റെ മെറ്റബോളിസത്തിലെ ഒരു അമിനോ ആസിഡാണ്. അതിൻ്റെ അളവ് കൂടും. അപ്പോൾ അതിൻ്റെ അളവ് ഇങ്ങനെ കൂടിയിട്ടുണ്ടെങ്കിലും ഈ കൊളാജനും ഇലാസ്റ്റിനും ഒക്കെ ഡാമേജ് വന്ന് രക്തക്കുഴലുകൾക്ക് ഡാമേജ് വരാമെന്നുള്ളത്. അതുപോലെ രക്തക്കുഴലുകൾക്ക് ഡാമേജ് വന്ന പല രോഗങ്ങളും വരാനുള്ള സാധ്യതയുണ്ട്. ഈവൻ ഈ ഹോമോസിസ്റ്റീൻ ലെവല് കൂടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഹാർട്ട് അറ്റാക്ക് വരാനും പോസിബിലിറ്റി ഉണ്ടെന്നുള്ളതാണ്. അപ്പോൾ ഹാർട്ട് അറ്റാക്ക്, സ്ട്രോക്ക് ഒക്കെ വരാനുള്ള പോസിബിലിറ്റി കൂടും. ഇതുപോലെ നമ്മൾ മിക്കവാറും വെരിക്കോസ് വെയിൻ പേഷ്യൻസിനും, നമുക്ക് പ്രത്യേകിച്ച് അൾസറൊക്കെ ഉള്ള സ്റ്റേജിലും അഡ്വാൻസ്ഡ് വെരിക്കോസ് വെയിൻ പേഷ്യൻസിന് ഹോമോസിസ്റ്റീൻ കൂടിയിരിക്കുന്നതായിട്ടും കാണാറുണ്ട്. പിന്നെ ബേസിക്കലി ഇപ്പം പണ്ട് നമുക്ക് അറിയില്ലായിരുന്നു എന്താണ് ഇതിൻ്റെയൊക്കെ കാരണമെന്ന്. ഇപ്പം ഇതൊരു ഓട്ടോ ഇമ്മ്യൂൺ വിഭാഗത്തിലാണ്. അതായത് നമ്മളുടെ ഇമ്മ്യൂൺ സിസ്റ്റം തന്നെ നമ്മളുടെ രക്തക്കുഴലുകളെ നശിപ്പിക്കുന്ന ഒരു രീതിയായിട്ടുള്ള ഒരു തരം, പലതരം ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് ഉണ്ട് രക്തക്കുഴലുകളെ ബാധിക്കുന്നത്. ആർട്ടറിയെ ബാധിക്കുന്നുണ്ട്, ആർട്ടറൈറ്റിസ്, അതൊക്കെ കുറച്ചും കൂടെ സിവിയർ ആയിട്ടാണ്. ഇത് വളരെ സ്ലോ പ്രോഗ്രസിങ് ആയിട്ട് വരുന്നതാണ് എന്ന ഒരു കണ്ടീഷനാണ് ഈ വെരിക്കോസ് വെയിൻ. നമുക്ക് തന്നെ അറിയാം, വർഷങ്ങളോളം വെരിക്കോസ് വെയിനുമായിട്ട് നടന്നു കഴിഞ്ഞിട്ടാണ് അത് ബ്ലീഡിങ്ങിലേക്കോ അൾസറിലേക്കോ മറ്റു സിംറ്റമാറ്റിക് നിലയിലേക്ക് പോകുന്നത്. ആദ്യം ഒരു കോസ്മെറ്റിക് പ്രോബ്ലം മാത്രമേ ഉള്ളൂ, അപ്പം നമ്മൾ അത്ര കെയർ എടുക്കുകയില്ല. അത് കഴിഞ്ഞിട്ടായിരിക്കും നമ്മൾ ഇതിനെക്കുറിച്ച് മനസ്സിലാക്കി കൂടുതൽ പ്രശ്നത്തിൽ കഴിയുമ്പോഴാണ് ഇതിൻ്റെ ഒരു ട്രീറ്റ്മെൻറ്റിനെ കുറിച്ചൊക്കെ ചിന്തിച്ചു തുടങ്ങുക പലപ്പോഴും. നെക്സ്റ്റ്, എന്ത് തരം ആൾക്കാരിലാണ് ഈ വെരിക്കോസ് വെയിൻ വരാൻ ചാൻസ് കൂടുതലെന്നാണ്. ഒന്ന്, നമ്മൾ ഫാമിലിയിൽ അച്ഛനോ അമ്മയ്ക്കോ വെരിക്കോസ് വെയിൻ ഉണ്ടെങ്കിൽ മക്കൾക്ക് വരാനുള്ള സാധ്യത കൂടുതലാണ്. കാരണം എല്ലാത്തിനും ഒരു ഫാമിലി പ്രിഡിസ്പോസിഷൻ ഉണ്ടാവും. പിന്നെ ഒബേസിറ്റി, വണ്ണം കൂടുതലുള്ളവർക്ക്. പിന്നെ പ്രഗ്നൻസി ടൈമിൽ, കാരണം പ്രഗ്നൻസിയിൽ നമ്മുടെ വയറ് വീർത്ത് വരുമല്ലോ, അപ്പം ഇൻട്രാ അബ്ഡോമിനൽ പ്രഷർ കൂടും. വയറിനകത്തെ പ്രഷർ വയറിൻ്റെ വലിപ്പം കൂടുന്നതനുസരിച്ച് കൂടുന്നത് കൊണ്ട് കാലിലേക്കുള്ള വെയിനിൻ്റെ പ്രഷർ കൂടുകയും രക്തയോട്ടം മുകളിലേക്ക് കയറി പോകുന്നതിന് തടസ്സം വരുന്നതാണ്. ഈ സെയിം പ്രഗ്നന്റ് ലേഡീസിന് വരുന്ന അതേ മെക്കാനിസം തന്നെയാണ് ഈ അബ്ഡോമിനൽ ഒബേസിറ്റി, കുടവയറുള്ളവർക്കും ഈ വെരിക്കോസ് വെയിൻ വരാനുള്ള സാധ്യത കൂട്ടുന്നത്. നെക്സ്റ്റ്, ന്യൂട്രീഷണൽ ഡെഫിഷ്യൻസിയാണ്. പ്രത്യേകിച്ചും ഈ ഫോളിക് ആസിഡ്, വൈറ്റമിൻ B6, B12 ഇതൊക്കെ നമ്മുടെ കാർബോഹൈഡ്രേറ്റ് മെറ്റബോളിസത്തിനും പ്രോട്ടീൻ മെറ്റബോളിസത്തിനും ആവശ്യമുള്ളതാണ്. അപ്പം ഇതിൻ്റെ അളവ് കുറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം അല്ലെങ്കിൽ നമ്മൾ കുറച്ച് കൂടുതൽ ജങ്ക് ഫുഡ് കഴിക്കുക എന്ന് കരുതുക. ഇപ്പം ജങ്ക് ഫുഡ് വരുമ്പോൾ അതിനകത്ത് എന്താ വൈറ്റമിൻസും മിനറൽസും ഒന്നും ഉണ്ടാവില്ല. ഈ വൈറ്റമിൻസ് കാണില്ല, കൂടുതൽ കാർബോഹൈഡ്രേറ്റ് ഉണ്ടാവും. പിന്നെ നമ്മൾ കുറച്ച് ഇങ്ങനെ ഈ ബ്രോസ്റ്റഡ് ചിക്കനും അതുപോലെയൊക്കെ ചിക്കനൊക്കെ കൂടുതൽ കഴിക്കുമ്പോൾ പ്രോട്ടീനും കൂടുതലായിരിക്കും കഴിക്കുന്നത്. അപ്പം ഇതിൻ്റെ എല്ലാം മെറ്റബോളിസത്തിന് വേണ്ട വൈറ്റമിൻസ് ആണ് ഫോളിക് ആസിഡ്, B6, B12 എന്നൊക്കെ പറഞ്ഞ്. അപ്പം വെജിറ്റബിൾസും ലീഫി വെജിറ്റബിൾസും നമ്മൾ വൈറ്റമിൻസ് ഉള്ളത്. ഇതൊന്നും കഴിക്കാതെ ഇത്തരം ജങ്ക് ഫുഡ് മാത്രം കഴിക്കുമ്പം ഈ ന്യൂട്രീഷണൽ ഡെഫിഷ്യൻസി വരുന്നത് ഗ്രാജ്വലി രക്തക്കുഴലുകളെ, വെരിക്കോസ് വെയിന് മാത്രമല്ല എല്ലാ രക്തക്കുഴലുകൾക്കും ഡാമേജ് ഉണ്ടാക്കാനുള്ള പോസിബിലിറ്റി വരും. അതിനൊപ്പം തന്നെ നമ്മൾ എക്സസൈസ് ഇല്ലാതെ വരുമ്പം വീണ്ടും മസിൽ വീക്ക് ആവുന്നത് കൊണ്ട് പമ്പിങ് കുറയും. പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പലരും കാണാം ഭയങ്കര ജിമ്മിലൊക്കെ പോകുന്നവർക്ക് വെരിക്കോസ് വെയിൻ വരുന്നത്. അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ഈ ബ്രീത്തിങ് പാറ്റേണും ഇതിൽ വെരി ഇമ്പോർട്ടൻ്റ് ആണ്. പ്രത്യേകിച്ച് നമ്മൾ എക്സസൈസ് ചെയ്യുമ്പോൾ ഉള്ള ബ്രീത്തിങ് പാറ്റേൺ. പ്രത്യേകിച്ച് ഈ ജിമ്മിലൊക്കെ വെയിറ്റ് ലിഫ്റ്റ് ഒക്കെ ചെയ്യുമ്പോൾ നമ്മൾ ശ്വാസം ഉള്ളിലേക്ക് എടുത്ത് പിടിച്ചുകൊണ്ട് വെയിറ്റ് ലിഫ്റ്റ് ചെയ്യുകയും അത് കൂടുതൽ നേരം ഹോൾഡ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ പ്രഷർ ഉള്ളിലെ ഇൻട്രാ തൊറാസിക് ആൻഡ് ഇൻട്രാ അബ്ഡോമിനൽ പ്രഷർ കൂടുകയാണ്. അപ്പം ബ്ലഡ് ഉള്ളിലേക്ക് പോകുന്നതിന് തടസ്സം വരും. അതായത് ഹാർട്ടിനകത്തേക്ക് കയറിയിട്ട് വേണമല്ലോ പമ്പ് ചെയ്ത് പോകാൻ.
അപ്പം ഈ ചുറ്റും ലങ്സ് ഇങ്ങനെ വീർത്തിരിക്കുമ്പം ഹാർട്ടിന് വികസിക്കാൻ സ്ഥലമില്ലാത്തതുകൊണ്ട് ഈ ബ്ലഡിന് ഉള്ളിലേക്ക് പോകാൻ പറ്റില്ല. അപ്പം സ്റ്റാഗ്നേഷൻ വരും. അപ്പം അതിന് പ്രഷർ കൂടും. അന്നേരം ഈ പ്രഷർ കൂടുന്നതിൻ്റെ പേരിൽ ഓൾറെഡി ചിലപ്പം പ്രത്യേകിച്ച് വീക്കായിട്ടിരിക്കുന്ന വാൽവും കൂടെ ആണെങ്കിൽ അത് ഡാമേജ് വന്ന് വാൽവുലാർ ഡാമേജ് കാരണം പ്രോബ്ലം വരാം. അങ്ങനെയാണ് പലപ്പോഴും ഈ ജിമ്മിൽ വർക്കൗട്ട് ചെയ്യുന്ന പ്രത്യേകിച്ച് വെയിറ്റ് ലിഫ്റ്റിംഗ് ഒക്കെ ചെയ്യുന്നവർക്ക് വെരിക്കോസ് വെയിൻ വരാനുള്ള കാരണം. ഇത് പലർക്കും കാണാം. നമുക്ക് ഈ കയ്യിൽ പോലും അങ്ങനെ ചെയ്യുന്നവർക്ക് ചിലർക്ക് വരാറുണ്ട്, ജിമ്മിൽ വർക്ക് ചെയ്യുന്നവർക്ക്. നെക്സ്റ്റ് ഇതിൻ്റെ കൂടെ വരുന്ന മറ്റ് പ്രോബ്ലംസ് എന്താണ്, എന്തൊക്കെയാണ് വെരിക്കോസ് വെയിൻ ഉള്ളവരിൽ അതുകൂടാതെ കാണുന്ന രോഗങ്ങൾ? അതിൽ ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ കാണാറുള്ളത് ആർത്രൈറ്റിസാണ്. കാലിന് വേദനയും ആർത്രൈറ്റിസും. അതിൽ രണ്ട്, ഓസ്റ്റിയോ ആർത്രൈറ്റിസും വരാം, റുമറ്റോയ്ഡ് ആർത്രൈറ്റിസും വരാം. കാരണം ഇതെല്ലാത്തിലും ഒരു ഓട്ടോഇമ്മ്യൂൺ, ഒരു നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിൻ്റെ, നമ്മുടെ ബോഡിയുടെ റിപ്പയർ പ്രോപ്പറായിട്ട് നടക്കാത്തത് കൊണ്ട് വരുന്ന ഡാമേജാണ് ഇതിൽ എല്ലാം വരുന്നത്. അപ്പോൾ ഇത് കാലിനുമാണല്ലോ. അപ്പോൾ കാലിലേക്കുള്ള രക്തക്കൊഴലുകൾക്ക് ഡാമേജ് വരുന്നു. അതുപോലെ തന്നെ അതിനൊപ്പം തന്നെ ഇപ്പം ഓസ്റ്റിയോ ആർത്രൈറ്റിസ് ആണെങ്കിൽ നമ്മുടെ തരുണാസ്ഥി, കാലിൻ്റെ എൻഡിലുള്ള അസ്ഥിക്ക് തേയ്മാനം വരുമ്പോഴാണ് അത് വരുന്നത്. പിന്നെ റുമറ്റോയ്ഡ് ആർത്രൈറ്റിസ് ആണെങ്കിൽ അത് ഒരു ഓട്ടോ ഇമ്മ്യൂൺ നേച്ചർ വന്നിട്ട് നമ്മുടെ ജോയിൻറ്റിൻ്റെ സെല്ലുകളെ കൂടി ഡാമേജ് ചെയ്യുന്നു. ഒരു വെരിക്കോസ് വെയിന് മാത്രമാണെങ്കിൽ അതിൻ്റെ നമ്മുടെ വെയിനെ അറ്റാക്ക് ചെയ്യുന്നു. മറ്റേതാകുമ്പോൾ അതിൻ്റെ കൂടെ ജോയിൻറ്റിനെയും കൂടെ അറ്റാക്ക് ചെയ്യുന്നു. പിന്നെ വെരി കോമൺ ആയിട്ട് കാണുന്ന തൈറോയിഡൈറ്റിസ് ആണ്. അതായത് ഹാഷിമോട്ടോഫ് തൈറോയിഡൈറ്റിസ്. അതാണ് ഏറ്റവും കൂടുതലായിട്ട് കാണുന്നത്. ഒരു ഗ്രേസ് ഡിസീസ് എന്ന് പറഞ്ഞ വേറൊരു ടൈപ്പ് തൈറോയിഡൈറ്റിസ് ഉണ്ട്. അത് പക്ഷെ അത്ര കോമൺ അല്ല. ഹാഷിമോട്ടോഫ് തൈറോയിഡൈറ്റിസും പലപ്പോഴും നമ്മൾ ഹിസ്റ്ററി പേഷ്യൻറ്റിനെ നമ്മൾ കാണുമ്പോൾ കാണാറുണ്ട്, കുറേ നാളായിട്ട് തൈറോയിഡിൻ്റെ ഉണ്ട്, അത് കഴിഞ്ഞിട്ടാണ് വെരിക്കോസ് വെയിൻ. അല്ലെങ്കിൽ ഇതൊക്കെ ഒരേ സമയത്ത് തന്നെ വരുന്നവരുമുണ്ട്. പിന്നെ ഇതൊക്കെ കൂടുതൽ വേദനയിലേക്കൊക്കെ വരുന്നത് കുറച്ച് താമസിച്ചായിരിക്കും എന്ന് മാത്രം. പിന്നെ പ്രഷർ, ഡയബറ്റീസ്, ഹൈപ്പർ ടെൻഷൻ, നമ്മൾ ഈ മെറ്റബോളിക് സിൻഡ്രോം അത് ഉള്ളവരും ഇത് വളരെ കോമൺ ആണ്. ഹാർട്ടിന് പ്രോബ്ലം, പ്രഷർ, മറ്റേ സാധാരണ ആർട്ടറിയൽ ബ്ലഡ് പ്രഷർ കൂടുക, ഡയബറ്റീസ്. അപ്പം ഈ രോഗങ്ങളൊക്കെ ഇതിനൊപ്പം തന്നെ വരാറുണ്ടെന്നുള്ളതാണ്. പലപ്പോഴും വെരിക്കോസ് വെയിൻ മാത്രമായിട്ടല്ല, അതിൻ്റെ കൂടെ മറ്റു പല രോഗങ്ങളും കൂടെ ഉണ്ടാകും. നെക്സ്റ്റ് ഇതുകൊണ്ട് വരാവുന്ന കോംപ്ലിക്കേഷൻസ് എന്തൊക്കെയാണെന്നുള്ളതാണ്. ബേസിക്കലി നമ്മൾ കോംപ്ലിക്കേഷനിലേക്ക് വരുമ്പം ഏറ്റവും പ്രധാനം, നമ്മൾ ഏറ്റവും പേടിക്കുന്ന എല്ലാവരും ബ്ലീഡിങ്ങാണ്. പെട്ടെന്ന് ചിലപ്പം ഇങ്ങനെ ഈ വീർത്ത് നിൽക്കുന്ന ബ്ലഡ് വെസൽ ഒരു കാരണം ഇല്ലാത്തെന്ന് പറഞ്ഞതുപോലെ ചിലപ്പോൾ പെട്ടെന്ന് ബ്ലീഡ് ചെയ്യാൻ തുടങ്ങും. പിന്നെ നോൺ ഹീലിംഗ് അൾസർ, അൾസർ വന്ന് അത് ഹീൽ ചെയ്യാതെ നിൽക്കുക. നെക്സ്റ്റ് പിന്നെ ആർത്രൈറ്റിസിലേക്ക് പോവുക, അല്ലെങ്കിൽ റെസ്റ്റ്ലെസ് ലെഗ് സിൻഡ്രോം എന്ന് പറഞ്ഞ് ഒരു കണ്ടീഷൻ വരാം. കാലിനും അസ്വസ്ഥത കാരണം കാല് എപ്പോഴും അനക്കിക്കൊണ്ടിരിക്കുക, അപ്പം ഉറങ്ങാനും പറ്റാതെ വരും. അതിനാണ് റെസ്റ്റ്ലെസ് ലെഗ് സിൻഡ്രോം എന്ന് പറയുന്നത്. പിന്നെ അതിൻ്റെ ഭാഗമായിട്ട് ഉറക്കക്കുറവും ഉണ്ടാവാം. നെക്സ്റ്റ് ഇത്തരം രോഗികളിൽ എന്തുതരം ടെസ്റ്റുകളാണ് നമ്മൾ നോക്കേണ്ടതെന്നുള്ളതാണ്. നമ്മൾ ഡയഗ്നോസ് ചെയ്യാൻ നമ്മൾ പരിശോധിച്ച് നോക്കി, അല്ലെങ്കിൽ ഡോപ്ലർ അൾട്രാസൗണ്ട് സ്കാൻ ചെയ്ത് നോക്കിയാൽ നമുക്ക് ഡയഗ്നോസിസ് കിട്ടും. എത്ര എക്സ്റ്റെൻറ്റിലേക്ക് പോയിട്ടുണ്ട് രോഗം, അല്ലെങ്കിൽ എന്തോരം രക്തക്കൊഴലുകൾ ഡാമേജ് ചെയ്തിട്ടുണ്ടെന്നൊക്കെ ആ ടെസ്റ്റാണ് കൊണ്ടുവരുന്നത്. അത് കൂടാതെ നമ്മൾ ഇതിൻ്റെ റീസൺ എന്താണെന്ന് കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ ന്യൂട്രീഷൻ ഓറിയൻറ്റഡ് ആയിട്ട് നമ്മളുടെ പോഷകങ്ങളുടെ അളവ് അതൊക്കെയാണ് നോക്കേണ്ടത്. അതുപോലെ എന്തോരം ടോക്സിൻസ്, ബോഡിയിലെ ടോക്സിൻസിൻ്റെ ലെവല്, ന്യൂട്രീഷണൽ ഡെഫിഷ്യൻസീസ് എന്തൊക്കെയാണ്, അത് റിഫ്ലക്റ്റ് ചെയ്യുന്ന ഇൻഫ്ലമേറ്ററി മാർക്കേഴ്സ്, പിന്നെ എന്തെങ്കിലും ഓട്ടോ ഇമ്മ്യൂൺ ഫാക്ടേഴ്സ്, വേറെ ഓട്ടോ ഇമ്മ്യൂൺ മാർക്കേഴ്സ് എന്തെങ്കിലും പോസിറ്റീവ് ആയിട്ടുണ്ട്, ഈ കാര്യങ്ങളാണ്. പ്രത്യേകിച്ച് നമ്മൾ കാണാറുള്ള ഈ തൈറോയിഡിൻ്റെതായിട്ട് നമ്മൾ കണക്കാക്കുന്ന ഒരു ഓട്ടോ ഇമ്മ്യൂൺ മാർക്കറുണ്ട്, AMA, ആൻറ്റി മൈക്രോബിയൽ ആൻറ്റിബോഡി, അല്ലെങ്കിൽ TPO എന്നൊക്കെ പറയുന്നത്. അത് തൈറോയ്ഡ് ഫംഗ്ഷൻ നോർമലായിരിക്കും. പക്ഷേ അവർ പലരുടെയും, പ്രത്യേകിച്ച് ഈ വെരിക്കോസ് വെയിൻ ഉള്ള പേഷ്യൻസിന്, അല്ലെങ്കിൽ റുമറ്റോയ്ഡ് ആർത്രൈറ്റിസ് ഒക്കെ ഉള്ള പേഷ്യൻസിന് ഈ AMA അല്ലെങ്കിൽ TPO ഒക്കെ കൂടി നിൽക്കുന്നതായിട്ട് കാണാറുണ്ട്. പിന്നെ അവർക്ക് പലപ്പോഴും നമ്മൾ ഫുഡ് സംബന്ധമായിട്ടോ അല്ലെങ്കിൽ മറ്റ് അലർജി ടെസ്റ്റുകളോ ഇൻടോളറൻസ് ടെസ്റ്റുകളോ ഒക്കെ നോക്കുമ്പം പലതരം സാധനങ്ങളോടും, ഫുഡ് ഐറ്റംസിനോടും ഇൻഹേലറിനോടും ഒക്കെ അലർജികളുള്ളതായിട്ട്, അല്ലെങ്കിൽ ബോഡി റിയാക്ട് ചെയ്യുന്നതായിട്ട് കാണും. അപ്പം അതുപോലെ പിന്നെ നമ്മുടെ ടെസ്റ്റുകൾ, അപ്പോൾ ബേസിക്കലി അപ്പം ന്യൂട്രീഷൻ ഓറിയൻറ്റഡും ഇൻഫ്ലമേഷൻ ഓറിയൻറ്റഡും ഓട്ടോഇമ്യൂൺ ഓറിയൻറ്റഡും പിന്നെ നമ്മുടെ ഫുഡുമായിട്ട് എന്തുകൊണ്ടുള്ള റിയാക്ട് ചെയ്യുന്നുള്ള ടെസ്റ്റുകളാണ് ഇതിലേക്ക് വേണ്ടി വരുന്നത്. അത് കൂടാതെ പിന്നെ നമ്മളുടെ ഈ രോഗങ്ങൾ കാരണം, അതായത് കോമോർബിഡിറ്റീസ് ഉണ്ടാവുമല്ലോ, ഡയബറ്റീസ്, ഹൈപ്പർ ടെൻഷൻ, ഇത്തരം രോഗങ്ങൾ ഏതൊക്കെ രീതിയിൽ മറ്റുള്ള അവയവങ്ങളെ ബാധിച്ചിട്ടുണ്ടാകുന്നതാണ് നോക്കണ്ടേ. പലപ്പോഴും ഈ ഓട്ടോഇമ്യൂൺ ഡിസീസ് ഒക്കെ ആകുമ്പോൾ കിഡ്നിയും, ഇത് രക്തക്കൊഴലാണല്ലോ, കിഡ്നിക്കകത്തും എല്ലാം വരുന്നത്, വെയിനും എല്ലാ ഓർഗനിൽ കൂടെ ഉണ്ടല്ലോ. അപ്പം ഇവർക്ക് കിഡ്നി, ലിവർ ഒക്കെ അഫക്റ്റഡ് ആകാനുള്ള സാധ്യതയും കൂടുതലാണ്. മിക്കവാറും ഇത്തരം പേഷ്യൻസ് ഓവർ വെയിറ്റ് ആയിരിക്കും. അപ്പം അതിൻ്റെ ഭാഗമായിട്ട് ലിവർ, ഫാറ്റി ലിവറും ഒക്കെ ഉണ്ടാകും. അപ്പം മറ്റുള്ള സിസ്റ്റത്തിൻ്റെയും കൂടെ ഹെൽത്ത് എന്താണെന്ന് അറിയാമെന്നുള്ളതാണ് നെക്സ്റ്റ് വരുന്നത്. അടുത്തത് ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻസ് ആണ്. എന്താണ് നമ്മൾ ഇപ്പം രോഗം ഇതുണ്ട്, നമുക്ക് എന്താണ് ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ് വരിക എന്നുള്ളതാണ്.
അപ്പോൾ ഫസ്റ്റ് നമ്മൾ ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ് ആണ്. എക്സസൈസ് ചെയ്ത് നമ്മൾ ഓവർ വെയിറ്റ് ഉണ്ടെങ്കിൽ കുറയ്ക്കുക. പിന്നെ കാല് പൊക്കി വെക്കുക. ഇടയ്ക്ക് നമ്മൾ ഇപ്പോൾ കാലിന് വേദന വന്ന് വെരിക്കോസ് വെയിൻ ഉള്ളവർക്ക് ഏറ്റവും ചെയ്യാവുന്ന ഒരു ഇമ്മീഡിയറ്റ് ആശ്വാസം കിട്ടുന്നത് കാല് പൊക്കി വെക്കുക. നമ്മൾ യൂഷ്വലി പറയും പില്ലോ വെച്ച് പൊക്കുക, അങ്ങനെയല്ല, നന്നായിട്ട് പൊക്കി വെക്കുക. ഒരു 70 ഡിഗ്രി നമ്മൾ ഭിത്തിയിലേക്കോ എല്ലാം പൊക്കി വെച്ച് കുറച്ച് നേരം കിടന്നു കഴിഞ്ഞാൽ അസ്വസ്ഥത അങ്ങ് മാറും. അപ്പം അത് ഇടയ്ക്കിടയ്ക്ക് ചെയ്യുക എന്നുള്ളതാണ്. നമ്മൾ നന്നായിട്ട് കാല് പൊക്കി വയ്ക്കുക. പിന്നെ എപ്പോഴും അങ്ങനെ ഒത്തിരി പൊക്കി വയ്ക്കാൻ പറ്റുമല്ലോ. അപ്പം കൂടുതലും നിന്നുകൊണ്ട് ചെയ്യുന്നവർക്ക് കുറച്ചൊന്ന് ഇരിക്കാൻ പറ്റുമെങ്കിൽ ഇരിക്കുക, എന്നിട്ട് കാലൊന്ന് പൊക്കി വെച്ചിരിക്കാൻ പറ്റുമെങ്കിൽ ചെയ്യുക. പിന്നെ നമുക്ക് റെസ്റ്റ് എടുക്കാവുന്ന സമയത്താണ്, പ്രൈവസി ഉള്ളപ്പോഴാണ് നന്നായിട്ട് പൊക്കി വെച്ച് ഒന്ന് കിടക്കുക എന്നുള്ളതാണ് ഒന്ന് ചെയ്യാവുന്നത്. പിന്നെ ഓവർ വെയിറ്റ് ഉള്ളവർക്ക് ഡെഫിനറ്റ്ലി, പ്രത്യേകിച്ച് കുടവയറും ഓവർ വെയിറ്റും ഉള്ളവർക്ക് വെയിറ്റ് കുറയ്ക്കാനായിട്ട് ശ്രമിക്കുക. അതുകൊണ്ട് ഡെഫിനറ്റ്ലി അത് ഭയങ്കര ഒരു റിലീഫ് കിട്ടുന്ന കാര്യമാണ്. പിന്നെ കംപ്രഷൻ സ്റ്റോക്കിങ്സ്, അത് നമ്മൾ പല ഇങ്ങനെ കെട്ടിവെക്കുന്ന കാര്യമുണ്ട്, സ്റ്റോക്കിങ്സ് പോലെ നമ്മൾ വലിച്ചിടുന്നതുണ്ട്. അത് വരുമ്പം പുറമേ നിന്നുള്ള, അതായത് ഈ സൂപ്പർഫിഷ്യൽ വെയിൻസ് നമ്മൾ ഈ പുറമേ കാണുന്നതിന് മാത്രമേ അതിനൊക്കെ പ്രയോജനമുള്ളൂ. അപ്പം നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, നമ്മൾ ഈ വെരിക്കോസ് വെയിനൊക്കെ നമ്മൾ ഈ പുറമേ കാണുന്നതിനും അപ്പുറത്തേക്കായിട്ട് അതിൻ്റെ ഉള്ളിലുണ്ട്. അപ്പോൾ ഉള്ളിൽ ഡാമേജിന് ഈ നമ്മൾ സ്റ്റോക്കിങ്സ് കൊണ്ടൊന്നും പ്രത്യേകിച്ച് പ്രയോജനം കിട്ടുന്നില്ല. നെക്സ്റ്റ്, എന്തെങ്കിലും മരുന്നുകളുണ്ടോ ഈ രോഗത്തിന് വേണ്ടിയിട്ടുള്ളതാണ്. ഒരു ഫ്ലാവനോയിഡ്സ് എന്ന് പറഞ്ഞ ഡയോസ്മിൻ എന്ന് പറഞ്ഞ ഒരു ടാബ്ലറ്റ്സ് നമ്മൾ യൂഷ്വലി എല്ലാവർക്കും കൊടുക്കാറുണ്ട്. രണ്ടിനും ഉപയോഗിക്കാറുണ്ട്. വെരിക്കോസ് വെയിനും കൊടുക്കാറുണ്ട്, അതുപോലെ പൈൽസിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ്. അത് നമ്മുടെ ഈ ഓറഞ്ചും സിട്രസ് ഫ്രൂട്ട്സിൻ്റെ തൊലിയിൽ നിന്ന് എടുത്ത് എക്സ്ട്രാക്ട് ചെയ്യുന്ന, ഇപ്പോൾ അത് പിന്നെ ആർട്ടിഫിഷ്യലി ഉണ്ടാക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതാണ് അതിന് വരുന്നത്. അതിന് കുറച്ചൊരു ബെനിഫിറ്റ്സ് ഉണ്ട്, പക്ഷെ അത് മാറുകയല്ല. ആ കൂടുതലൊക്കെ വന്നിരിക്കുമ്പോൾ ഇതൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ കുറച്ചൊരു ആശ്വാസം കിട്ടും, അത്രയും മാത്രമേ ഉള്ളൂ. പക്ഷേ ഇതിന് തിരിച്ചു കൊണ്ടുപോകാനെന്നുള്ള ബെനിഫിറ്റ്സ് ഒന്നും അതിനില്ല. പിന്നെ മെയിൻ ട്രീറ്റ്മെൻറ്റ് ഇപ്പം നമ്മൾ മോഡേൺ മെഡിസിനിൽ ചെയ്യുന്നത് സർജിക്കലാണ്. സർജറിയുടെ കാര്യത്തിൽ നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ, ഈ രക്തക്കൊഴലുകൾ ഡാമേജ് ഒന്നും കറക്റ്റ് ചെയ്യാനൊന്നും പറ്റില്ല. ഓൺലി തിങ്, ഈ വീർത്തിരിക്കുന്നതിന് ഒന്നെങ്കിൽ സ്ട്രിപ്പിംഗ് എന്ന് പറയുന്നത്, അതാണ് ആദ്യകാലത്ത് ചെയ്തിരുന്ന ഓപ്പറേഷൻ. സ്ട്രിപ്പ് ചെയ്യുന്ന, അത് നമ്മളെ പുറമേ ഉള്ള ഗ്രേറ്റ് സഫിനസ് വെയിൻ എന്ന് പറയും. അതാണ് നമ്മളീ പുറമേ നമ്മുടെ കാലിൻ്റെ ഒടുവ് മുതൽ താഴെ വരെയുള്ള മെയിനൊരു വെയിനാണ്. അത് സൂപ്പർഫിഷ്യലാണ്, അതായത് സ്കിന്നിനടിയിൽ കൂടെ പോകുന്നത്. ആ വെയിനിനെ എടുത്തു കളയുക എന്നുള്ളതാണ്. പിന്നെ അതിനെ ടൈ ചെയ്യുക, പിന്നെ അതിൽ ഗ്ലൂ, അതിൻ്റെ തുടക്കത്തിൽ ഗ്ലൂ ഇടുക. അപ്പം ബേസിക്കലി ഈ ഓപ്പറേഷൻസ് എല്ലാം ചെയ്യുന്നത് വെയിനെ തന്നെ ഇല്ലെന്നാക്കുക എന്നുള്ളതാണ്. അപ്പം നമ്മൾ ഒരു റോഡിനൊരു കുണ്ടും കുഴിയും ഉണ്ടെന്ന് പറഞ്ഞാൽ റോഡ് തന്നെ അടച്ചു കളയുന്നത് പോലെയാണ് ഇൻ ഇഫക്റ്റ് അത് വരുന്നത്. കാരണം നമുക്കുള്ള വഴിയാണത്, ഈ ബ്ലഡിന് പോകാനുള്ള ഒരു ഇതാണ് ഇത്. നമ്മളുടെ ഗർഭാശയത്തിൽ വെച്ച് തന്നെ രൂപം കൊണ്ട് വെയിനുകൾ, രക്തക്കൊഴലുകളാണ്. അപ്പം അതിനെ നമ്മൾ ഒന്നെങ്കിൽ എടുത്തു കളയുക, അല്ലെങ്കിൽ എന്തെങ്കിലും മരുന്നുകൾ, ക്രയോ സ്ട്രിപ്പിങ്, തണുപ്പിച്ച് സ്ട്രിപ്പ് ചെയ്യുന്ന കാര്യമുണ്ട്. പിന്നെ അവിടെ ഒരു ഗ്ലൂ ഇഞ്ചെക്ട് ചെയ്തിട്ട്, വീനാസീൽ, അതാണ് ഇപ്പോൾ ഒരു ലേറ്റസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്നത്. വീനാസീൽ അവിടെ രക്തക്കൊഴലിലേക്ക് ഇഞ്ചെക്ട് ചെയ്ത് അതിനെ നശിപ്പിക്കുന്നതല്ലേ ഉള്ള സൈനോ ആക്രിലേറ്റ് എന്ന് പറഞ്ഞൊരു കെമിക്കലാണത്. അതുപോലെ തന്നെ പലതരം കെമിക്കലുകളുണ്ട്, സ്ക്ലീറോതെറാപ്പി എന്നൊക്കെ പറഞ്ഞ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതുപോലെ മെഡിക്കൽ അഡ്ഹസീവ് ലേസേഴ്സ് ഉണ്ട്, റേഡിയോ ഫ്രീക്വൻസി എനർജി ഉണ്ട്, അൾട്രാസൗണ്ട് ഉണ്ട്. അതുപോലെ സ്റ്റീം പോലും നമ്മൾ ഈ രക്തക്കൊഴലിലേക്ക് കയറ്റി അതിനെ നശിപ്പിച്ച് ചുരുക്കി, ഇപ്പം നമ്മളൊരു ഡാമേജ് ചെയ്ത് അതിനെ ചുരുക്കി കളയുക അല്ലെങ്കിൽ ഒട്ടിച്ച് കളയുകയോ ചെയ്യുന്നത് പോലെയുള്ള ട്രീറ്റ്മെൻറ്റുകളാണ് ജനറലി അതിനകത്ത് വേണ്ടിയിട്ട് കൊടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ പ്രോബ്ലം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഈ ഇപ്പം വീർത്ത് നിൽക്കുന്ന രക്തക്കൊഴലുകളൊക്കെ പെട്ടെന്ന് അതിന് ചുരുങ്ങും. അപ്പോൾ കാണുമ്പോൾ എസ്തറ്റിക് ബെനിഫിറ്റ്സ് ഡെഫിനറ്റ്ലി ഉണ്ട്, കോസ്മെറ്റിക് ബെനിഫിറ്റ്സ് അതിനകത്തുണ്ട്. അതുപോലെ തന്നെ ഇമ്മീഡിയറ്റ്ലി ഒരു റിലീഫ് കിട്ടുകയും ചെയ്യും. കാരണം ആ വീർത്ത് നിൽക്കുന്ന രക്തക്കൊഴലുകളൊന്നും ഇനി വീർത്ത് നിൽക്കാൻ പറ്റില്ല. അപ്പം രക്തം അങ്ങ് അതിനകത്ത് കൂടി നിൽക്കാതെ ഇരിക്കുന്നത് കൊണ്ട് കുറച്ച് നാളത്തേക്കൊക്കെ നമുക്കൊരു ടെമ്പററി റിലീഫ് കിട്ടാറുണ്ട്. പക്ഷെ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ തിരിച്ചു വരാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പം ബേസിക്കലി ഒരു ഫങ്ഷണൽ, നമ്മൾ ഈ ഓപ്പറേഷനുകളൊന്നും ഫങ്ഷൻസിന് ഇമ്പ്രൂവ് ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ കുറച്ച് നാൾ കഴിയുമ്പോൾ അത് തിരിച്ചു വരുന്നതായിട്ടും കാണാം. അല്ലെങ്കിൽ പിന്നെ നമ്മൾ ഇത് ചെയ്ത് കഴിഞ്ഞ് വെച്ചിട്ട് നമ്മൾ ലൈഫ് സ്റ്റൈൽ കറക്റ്റ് ചെയ്യുകയാണെങ്കിൽ അവിടെ നമുക്ക് അതിൻ്റെ ബെനിഫിറ്റ് കിട്ടും. പക്ഷേ ലൈഫ് സ്റ്റൈൽ നമ്മളിപ്പോൾ ഒബേസ് ആണ്, കുടവയറുണ്ട്, അതും വെച്ചുകൊണ്ട് നമ്മൾ ഈ ഓപ്പറേഷൻ മാത്രം ചെയ്ത് കഴിഞ്ഞാൽ 1 or 2 years കഴിയുമ്പോഴേക്കും വീണ്ടും പ്രോബ്ലംസ് വരും എന്നുള്ളതാണ്. പിന്നെ വേറൊരു പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ ബൈപ്പാസ് ഒക്കെ എന്തെങ്കിലും ബൈപ്പാസ് സർജറി, നമുക്ക് എന്തെങ്കിലും രക്തക്കൊഴലുകൾക്ക് ഒരു ഡാമേജ് വന്നിട്ട് അതിന് നമുക്ക് ഹാർട്ടിന് വേണ്ടിയിട്ടൊക്കെ ബൈപ്പാസ് ഒക്കെ ചെയ്യുന്നു. അപ്പം നമ്മൾ കാലയിൽ ഒരു മുറിവ് ഉണ്ടാക്കി അവിടെ നിന്ന് വെയിൻ ഹാർവെസ്റ്റ് എന്ന് പറയും, ഹാർവെസ്റ്റ് ചെയ്തിട്ടാണ് നമ്മളത് ഹാർട്ടിലേക്ക് ബൈപ്പാസിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. അപ്പം ശരിക്കും ഈ രക്തക്കൊഴലിനെയാണ് നമ്മൾ, ഈ സഫിനസ് വെയിനെയാണ് നമ്മൾ അങ്ങനത്തെ ആവശ്യങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും ഗ്രാഫ്റ്റിങ്ങിനൊക്കെ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. അപ്പം ഇതിനെ നമ്മളിങ്ങനെ എടുത്തു കളയുകയോ അല്ലെങ്കിൽ ഇങ്ങനെ കെമിക്കൽ വെച്ചും ലേസർ വെച്ചും ഒക്കെ ചുരുക്കി കളയുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനെ പിന്നെ ഒരു പോസിബിലിറ്റി ഇല്ലെന്ന് ആയിപ്പോകും.
അതാണ് ഈ ഓപ്പറേഷനുകൾ, ഏത് രീതിയിൽ ഓപ്പറേഷനോ ലേസറോ ഗ്ലൂ തെറാപ്പി ഒട്ടോ ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാൽ അതാണ് ഒന്ന് വീണ്ടും വരും. കാരണം നമ്മളവിടെ രക്തക്കുഴലുകൾക്ക് ഡാമേജ് ആണ് ഇവിടെ വരുത്തുന്നത്. പിന്നെ എന്തെങ്കിലും ഒരു ആവശ്യത്തിന് നമ്മളൊരു ഗ്രാഫ്റ്റിങ്ങിനൊക്കെ വേണ്ടിയിട്ട് എടുക്കേണ്ട വന്ന് അത് അതിൻ്റെ പോസിബിലിറ്റി ഇല്ലെന്ന് നോക്കിക്കളയും. അപ്പം വെരിക്കോസ് വെയിന് അല്ലെങ്കിൽ ഈ വെയിൻ സംബന്ധമായിട്ട് രോഗങ്ങൾക്ക് എന്തിന് നമ്മൾ ട്രീറ്റ്മെൻറ്റ് എടുക്കുമ്പോഴും അതിനകത്ത് വരുന്നത് നമ്മൾ അതിനെ നശിപ്പിക്കുന്ന പോലെയുള്ള ഒരു ട്രീറ്റ്മെൻറ്റാണ്. ഈവൻ വെരിക്കോസീലിന് വേണ്ടിയിട്ട് ചെയ്യുമ്പോഴും, കാരണം വെരിക്കോസ് വെയിനിന് മാത്രമല്ല, വെരിക്കോസീലിനാണെങ്കിലും അവിടെ നമ്മൾ ടൈ ചെയ്ത് ആ ബ്ലഡ് സർക്കുലേഷനെ കുറയ്ക്കുകയാണ് അവിടെ ചെയ്യുന്നത്. അതുപോലെ പൈൽസിന് വേണ്ടിയിട്ട് ചെയ്യുന്നതും ആ ഭാഗത്തെ രക്തക്കുഴലുകളെ ബാൻഡ് ചെയ്യുകയോ അല്ലെ ക്രയോ കോട്ടർ യൂസ് ചെയ്യുകയോ ഒക്കെയാണ് ചെയ്യുന്നത്. അപ്പം എപ്പോഴും ഡാമേജിങ് ആയിട്ടാണ് വരുന്നത്. അപ്പം നമുക്ക് എന്താണ് ഇതിനുള്ള റിയൽ, നമ്മൾ രക്തയോട്ടം വേണ്ടതാണല്ലോ. അപ്പം നമ്മൾ രക്തക്കുഴലുകളെ നശിപ്പിക്കുമ്പം അതിൻ്റെതായ ദോഷങ്ങൾ വരുമല്ലോ. നമ്മൾ സിമ്പിൾ ലോജിക്കാണല്ലോ അത്. അപ്പം എന്താണ് അപ്പം റിയൽ പരിഹാരം എന്താണെന്നുള്ളത് ഏറ്റവും പ്രധാനം നമ്മൾ നേരത്തെ കണ്ടുപിടിച്ച് അത് ഇപ്പം വെരിക്കോസ് വെയിനാണെങ്കിൽ സ്പൈഡർ വെയിൻ വരുമ്പോൾ തന്നെ നമുക്ക് കാണാൻ പറ്റുന്നതേ ഉള്ളൂ. അപ്പം ആ നിലയിൽ തന്നെ നമ്മൾ നമ്മുടെ ഇത് എന്തുകൊണ്ട് വരുന്നു എന്ന് നോക്കി കറക്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പം ഈ ഒരു ചെറിയ ഡിസ്കംഫോർട്ട് വരുമോ, അല്ലെങ്കിൽ കാലിന് അസ്വസ്ഥത കാരണം ഉറങ്ങാൻ പറ്റാതെ വരുന്നു, അപ്പം ഒത്തിരി രക്തക്കുഴലുകൾ വീർത്ത് വന്നിട്ട് മാത്രമാകരുത്. അതിന് മുമ്പ് തന്നെ നമ്മൾ തുടക്കത്തിലാണ് നമുക്കിതെല്ലാം റിവേഴ്സ് ചെയ്യാൻ പറ്റുന്നുള്ളൂ. ലൈഫ് സ്റ്റൈൽ മോഡുലേറ്റ് ചെയ്ത് ഇതിനകത്ത് ഒരു മേജർ കാര്യം ന്യൂട്രീഷണൽ ഇംബാലൻസ് കൊണ്ട് വരുന്നതാണ്. ചില വൈറ്റമിൻസിൻ്റെ കുറവൊക്കെ ഇതിനകത്ത് വരുന്നുണ്ടെന്ന് പറഞ്ഞില്ലേ. അതുകൂടാതെ ഫിസിക്കൽ ആക്ടിവിറ്റിയുടെ എക്സസൈസിൻ്റെ കുറവ്, അല്ലെങ്കിൽ എക്സസൈസ് ചെയ്യുന്നതിൻ്റെ സമയത്തെ ബ്രീത്തിങ്ങിൻ്റെ വ്യത്യാസങ്ങൾ, പിന്നെ നമ്മുടെ ബോഡിയിൽ അടിഞ്ഞുകൂടുന്ന ടോക്സിനുകൾ, ഓവർ വെയിറ്റ്. ടോക്സിൻ എന്ന് പറയുമ്പോൾ അതിൽ ഏറ്റവും പ്രധാനമായിട്ട് വരുന്ന ഓവർ വെയിറ്റാണ്. ടോക്സിൻ എന്തും ആവശ്യത്തിൽ കൂടുതലായ ടോക്സിനാണ്. അപ്പം ഒബേസിറ്റിയിൽ അല്ലെങ്കിൽ അമിതവണ്ണം അല്ലെ പൊണ്ണത്തടി വരുമ്പോൾ എന്താ പറ്റുന്നത്, നമ്മൾ ഫാറ്റാണ് അടിഞ്ഞുകൂടുന്നത്. അതിൻ്റെ കൂടെ മസിൽ വീക്കും ആകും. അപ്പം പിന്നെ അതുകൂടാതെ ചിലർക്ക് പലപ്പോഴും ഇൻടോളറൻ്റ് ആയിട്ടുള്ള അല്ലെ അലർജിക് ആയിട്ടുള്ള, അതായത് അവരവരുടെ ബോഡിക്ക് ചേരാത്ത ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാലും ഈ സെയിം പ്രോബ്ലംസ് തന്നെ വരാം. ഇതൊക്കെ കണ്ടുപിടിച്ച് നമ്മൾ കറക്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഡിസീസ് പ്രോഗ്രസ് ചെയ്യാതെ ഇരിക്കും. ഈവൻ ചെറുതായിട്ട് തുടങ്ങിയിട്ടേ ഉള്ളെങ്കിൽ അതിനെ നമുക്ക് റിവേഴ്സ് ചെയ്യാനും പറ്റുന്നതായിരിക്കും. ലൈഫ് സ്റ്റൈൽ കറക്ഷൻ പ്രോപ്പർ ആകുന്നുണ്ടോ എന്ന് നോക്കേണ്ടത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മളപ്പം ലൈഫ് സ്റ്റൈൽ കറക്റ്റ് ചെയ്യാൻ നോക്കുന്നു. അപ്പം നമ്മുടെ ബോഡി പാരാമീറ്റേഴ്സ് കറക്റ്റ് ആവണം. അതുപോലെ ഓവർ വെയിറ്റ് ഉണ്ടെങ്കിൽ അത് നമുക്ക് കുറയ്ക്കാൻ പറ്റണം. എന്തെങ്കിലും ബ്ലഡിൽ പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് മാറ്റാൻ പറ്റണം. ഇപ്പോൾ വെരിക്കോസ് വെയിൻ കൊണ്ടാണെങ്കിലും അതുപോലെ പൈൽസ് ആണെങ്കിലും അത് നമുക്ക് ഡിസ്കംഫോർട്ട് ഉണ്ടാക്കുന്നില്ല എന്ന് ഉറപ്പാക്കണം. എന്നാൽ മാത്രമേ അതൊരു സക്സസ്ഫുൾ ലൈഫ് സ്റ്റൈൽ കറക്ഷൻ ആണെന്ന് പറയാൻ പറ്റുള്ളൂ. അപ്പം നമുക്ക് സക്സസ്ഫുൾ ആയിട്ട് നമുക്ക് സെൽഫായിട്ട് തന്നെ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് മാത്രം മതിയാവും. ഇനി സെൽഫായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ രോഗം കൂടുതൽ വന്നു, പലതരം രോഗങ്ങളുണ്ട്, അതിൻ്റെ കൂടെ ഡയബറ്റീസ് ഉണ്ട്, ഹൈപ്പർ ടെൻഷൻ ഉണ്ട്, ഇതെല്ലാം കൂടെ ഉണ്ടെങ്കിൽ ഇതെല്ലാം ജീവിതശൈലി രോഗങ്ങളുടെ ഗ്രൂപ്പിലാണ് വരുന്നത്. അപ്പം മൾട്ടിപ്പിൾ രോഗങ്ങളുണ്ടെങ്കിൽ ഒരാൾക്ക് തന്നെ ചെയ്യാൻ പറ്റില്ല. അത് മാത്രമല്ല, അവരുടെ അണ്ടർസ്റ്റാൻഡിങ് എന്താണ് കറക്റ്റായിട്ടുള്ള ലൈഫ് സ്റ്റൈൽ എന്നുള്ളതിൻ്റെ ഒരു കൃത്യമായ അണ്ടർസ്റ്റാൻഡിങ് ഇല്ലാത്തത് കൊണ്ടുമാണ്. പിന്നെ പലർക്കും പല ജനറ്റിക് ഫാക്ടേഴ്സും ഒക്കെ ഉണ്ടാകും. അപ്പോൾ അങ്ങനെ വരുന്നവരാണ് നമ്മളൊരു ക്ലിനിക്കലി സപ്പോർട്ടഡ് ലൈഫ് സ്റ്റൈൽ കറക്ഷനായിട്ട് എടുക്കേണ്ടത്. എക്സ്പേർട്സിൻ്റെ സപ്പോർട്ടോടു കൂടി എടുക്കുക എന്നുള്ളതാണ്. ചുരുക്കി പറഞ്ഞാൽ, ഒന്ന്, വെരിക്കോസ് വെയിനും പൈൽസിനും വെരിക്കോസീലിനും ഒക്കെ അടിസ്ഥാന കാരണം രക്തക്കുഴലുകളിലെ വെയിൻ, അതായത് വിസർജ്യ വസ്തുക്കൾ ശേഖരിച്ച് തിരികെ ഹൃദയത്തിൽ എത്തിക്കുന്ന രക്തക്കുഴലുകളുടെ ഭിത്തിക്കും വാൽവുകൾക്കും ഉണ്ടാകുന്ന ക്ഷതവും ഇൻഫ്ലമേഷനുമാണ്. ശരീരത്തിലെ എല്ലാ രക്തക്കുഴലുകളെയും രോഗാവസ്ഥ ബാധിക്കുന്നുണ്ട്. പക്ഷേ ഗ്രാവിറ്റി അഥവാ ഗുരുത്വാകർഷണം മൂലമുള്ള ബ്ലഡ് പൂളിംഗ് ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്നത് കാലിലും മലദ്വാരത്തിലും വൃഷ്ണങ്ങളിലും ആണ് രോഗലക്ഷണങ്ങൾ കാണുന്നത് എന്ന് മാത്രം. 2, ഓപ്പറേഷനുകളിലൂടെ രക്തക്കുഴലുകളെ ചുരുക്കുകയോ എടുത്തു കളയുകയോ ചെയ്ത് രക്തം കെട്ടിനിൽക്കുന്നത് മൂലമുള്ള അസ്വസ്ഥതകൾ കുറയ്ക്കുക എന്നതാണ് മോഡേൺ മെഡിസിനിലെ ചികിത്സാ രീതി. ചികിത്സയുടെ ഭാഗമായി രക്തക്കുഴലുകളെ നശിപ്പിക്കുന്നത് പാർശ്വഫലങ്ങൾ ഉണ്ടാക്കാം. ഞരമ്പുകളെ എടുത്തു മാറ്റുകയോ ലേസറോ മരുന്നുകളോ ഉപയോഗിച്ച് വീർത്ത രക്തക്കുഴലിനെ ചുരുക്കുകയോ ചെയ്താൽ രക്തയോട്ടത്തിന് തടസ്സം വരാം. അതുകൊണ്ടാണ് സ്ക്ലിറോതെറാപ്പി, ലേസർ സർജറി, ഗ്ലൂ തെറാപ്പി, സ്ട്രിപ്പിംഗ് തുടങ്ങിയ ചികിത്സകൾ ചെയ്താലും വീണ്ടും അസ്വസ്ഥതകളും രക്തസ്രാവവും അൾസറും ഒക്കെ ഉണ്ടാകുന്നത്. 3, ആധുനിക പഠനങ്ങൾ കാണിക്കുന്നത് ഹോമോസിസ്റ്റിൻ എന്ന അമിനോ ആസിഡിന്റെ അളവ് രക്തത്തിൽ കൂടുന്നത് രക്തക്കുഴലുകളെ നശിപ്പിക്കുകയും വെരിക്കോസ് അൾസറിന് മാത്രമല്ല രക്തക്കുഴലുകളിൽ കൊഴുപ്പടിഞ്ഞ ഹാർട്ട് അറ്റാക്കും സ്ട്രോക്കും പോലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾക്കും കാരണമാകുന്നു എന്നാണ്. ഫോളിക് ആസിഡ്, വൈറ്റമിൻ B6, B12 തുടങ്ങിയവയുടെ കുറവ് മൂലം പ്രോട്ടീൻ മെറ്റബോളിസത്തിൽ ഉണ്ടാകുന്ന വ്യതിയാനമാണ് ഹോമോസിസ്റ്റിൻ കൂടാൻ പ്രധാന കാരണം. 4,
രക്തക്കുഴലുകൾക്ക് നാശം വരുത്തുന്ന ജീവിതശൈലിയിലെ അപാകതകൾ കണ്ടെത്തി പരിഹരിക്കാനായാൽ രക്തക്കുഴലുകൾക്ക് കൂടുതൽ ഡാമേജ് വരാതെ നോക്കാനാകും. ഒരു പരിധിവരെ രക്തക്കുഴലുകളെ റിപ്പയർ ചെയ്യാനും അസ്വസ്ഥതകളിൽ നിന്നും മോചനം നേടാനും കഴിയുന്നതേ ഉള്ളൂ. അടുത്തതായി, എന്താണ് ക്ലിനിക്കലി സൂപ്പർവൈസ്ഡ് ആൻഡ് സപ്പോർട്ടഡ് ജീവിതശൈലി ക്രമീകരണം എന്നതാണ്. ക്ലിനിക്കലി സൂപ്പർവൈസ്ഡ് ജീവിതശൈലി ക്രമീകരണത്തിൽ ശരീരഘടനയും ശരീരത്തിലെ കൊഴുപ്പിന്റെ അളവും കണ്ടെത്തുകയും ഒപ്പം തന്നെ ഉത്തമ ശരീരഘടന എന്തായിരിക്കണം എന്ന് കണ്ടെത്തുകയുമാണ് ആദ്യഘട്ടം. രണ്ടാമതായി, രക്തപരിശോധനകൾ നടത്തി ഹൃദയം, രക്തക്കുഴലുകൾ, ലിവർ, കിഡ്നി തുടങ്ങിയ അവയവങ്ങളുടെ ആരോഗ്യസ്ഥിതിയും ഇമ്മ്യൂൺ സ്റ്റാറ്റസും ഹോർമോണുകളുടെയും പോഷകങ്ങളുടെയും ലെവലും ശരീരത്തിന് ചേരുന്നതും ചേരാത്തതുമായ ഭക്ഷ്യവസ്തുക്കൾ ഏതൊക്കെയെന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുകയുമാണ്. മൂന്നാമതായി, ഉത്തമ ശരീരഘടനയിൽ എത്താനായി വേണ്ട ജീവിതശൈലി ക്രമീകരണങ്ങളാണ്. രോഗിയുടെ പ്രത്യേകതകൾ അനുസരിച്ച് ഉത്തമ ന്യൂട്രീഷനും വ്യായാമവും നൽകുന്നതിനൊപ്പം ശരീരത്തിലെത്തുന്ന വിഷാംശം കുറയ്ക്കാനുമാണ് ഇതിൽ ശ്രമിക്കുന്നത്. ശരീരകോശങ്ങൾക്ക് പ്രവർത്തിക്കാൻ ഉത്തമമായ സാഹചര്യം ഒരുക്കുന്നതിലൂടെ ജീവനാധാരമായ മെറ്റബോളിക് അഥവാ രാസപ്രവർത്തനങ്ങളുടെ സമതുലിതാവസ്ഥ വീണ്ടെടുക്കുകയും നിലനിർത്തുകയുമാണ് ലക്ഷ്യം. പ്രമേഹവും പ്രഷറും ഹൃദ്രോഗവും അലർജിയും ആർത്രൈറ്റിസും ക്യാൻസറും പോലുള്ള ഒട്ടുമിക്ക രോഗികൾക്കും വർഷങ്ങളായി മരുന്ന് കഴിക്കുന്നവർക്ക് പോലും രോഗം മൂർച്ഛിച്ച് അവയവങ്ങൾ തീരെ നശിക്കുന്നതിന് മുൻപെങ്കിലും ജീവിതശൈലി ക്രമീകരണത്തിന് തയ്യാറായാൽ ഒട്ടുമിക്ക മരുന്നുകളും 1 മാസത്തിനുള്ളിൽ തന്നെ കുറച്ചു കൊണ്ടുവന്ന് നിർത്താനും ഓപ്പറേഷനുകൾ ഒഴിവാക്കാനും കഴിയുന്നതായാണ് കാണുന്നത്. നെക്സ്റ്റ്, നമ്മൾ ക്ലിനിക്കലി സപ്പോർട്ടഡ് ലൈഫ് സ്റ്റൈൽ കറക്ഷൻ കൊണ്ട് വെരിക്കോസ് വെയിനിന് വേണ്ടിയിട്ട് എടുത്തിരിക്കുന്ന പേഷ്യന്റിന്റെ എക്സ്പീരിയൻസ് എന്തായിരുന്നു അവർക്ക് കിട്ടിയ ബെനിഫിറ്റ് എന്നുള്ളത് നോക്കാം. ഇത് 62 വയസ്സുള്ള ലേഡിയാണ്. 153 സെന്റിമീറ്റർ പൊക്കവും 65.4 കിലോ തൂക്കം ഉള്ള ലേഡിയാണ്. ഇവരുടെ അടുത്ത് ഇവർക്ക് വെരിക്കോസ് വെയിൻ ഉണ്ട്, ആർത്രൈറ്റിസിന്റെ പ്രശ്നങ്ങളുണ്ട്, മുട്ടിന് വേദനയും ഷോൾഡർ പെയിനും ഉണ്ട്, കൂടാതെ ഗ്യാസ്ട്രിക് പ്രോബ്ലംസ് ഉണ്ട്, സ്കിൻ ലീഷൻസ് ഉണ്ട്, റെഡ്നെസ് ഉണ്ട്, ഇച്ചിങ് ഉണ്ട്, വായിൽ ഇടയ്ക്കിടയ്ക്ക് പൊട്ടുന്ന പ്രശ്നങ്ങളുണ്ട്. ഇവരോട് വെരിക്കോസ് വെയിനിന് വേണ്ടിയിട്ട് സർജറി ചെയ്യാനാണ് പറഞ്ഞത്. അപ്പോഴാണ് അവർ ആക്ച്വലി ഇവിടെ വരുന്നത്. അപ്പം ഇത് മാത്രമല്ല, മൾട്ടിപ്പിൾ വേറെ പ്രോബ്ലംസും ഉണ്ട്. അപ്പം നമ്മൾ ടെസ്റ്റുകൾ ചെയ്ത് നോക്കിയപ്പം ഇവർക്ക് ഡയബറ്റീസും കൂടെ ഉള്ളതായിട്ടാണ് കാണുന്നത്. HbA1c 6.7 ഉണ്ട്, പക്ഷെ ടൈപ്പ് 2 ഡയബറ്റീസ് ആണ്. ഇൻസുലിൻ ലെവൽ ഹൈ ആണ്. പിന്നെ മൾട്ടിപ്പിൾ വൈറ്റമിൻ ഡെഫിഷ്യൻസീസ് ഉണ്ട്. ബ്ലഡ് വെസൽ മാർക്കേഴ്സ്, അതായത് ഹാർട്ട് മാർക്കേഴ്സ്, ബ്ലഡ് വെസൽ മാർക്കേഴ്സ് ആയിട്ട് കണക്കാക്കുന്നതാണ് HSCRP, ഹോമോസിസ്റ്റീനൊക്കെ, അത് കൂടുതലുണ്ട്. അതിൽ കൊളസ്ട്രോളും ട്രൈഗ്ലിസറൈഡും ഒക്കെ ഒത്തിരി കൂടുതലാണ്. ആന്റി-TP, അതായത് ഒരു ഓട്ടോഇമ്യൂൺ ആന്റിബോഡിയാണ്. തൈറോയ്ഡ് ഫംഗ്ഷൻ നോർമലാണ്, പക്ഷേ ആന്റി-TP കൂടുതലാണ്. അപ്പം ഇതെല്ലാം കാണിക്കുന്ന ഒരു ഓട്ടോഇമ്യൂൺ ആക്ടിവിറ്റി ബോഡിയിൽ നടക്കുന്നുണ്ടെന്നുള്ളത് കൂടെയാണ്. ഇവരുടെ ബേസിക്കലി ട്രീറ്റ്മെന്റ് തുടങ്ങി ഡയബറ്റീസിന്റെ തന്നെ നമുക്ക് നോക്കിയാൽ എവറി വീക്കാണ് നമ്മൾ ഇനിഷ്യലി ഡയബറ്റീസിന്റെ HbA1c തന്നെ നോക്കുന്നത്. നെക്സ്റ്റ് 6.7 ഉണ്ടായിരുന്നത് 8th ഡേ ആയപ്പോഴേക്കും 6.5 HbA1c വന്നു. 8th ഡേ 15th ഡേ ആയപ്പോഴേക്കും 6 വന്നു. 30 days ആയപ്പോഴേക്കും 5.8 HbA1c എത്തുന്നുള്ളൂ. അത്ര ഫാസ്റ്റായിട്ട് HbA1c കുറഞ്ഞു വന്നു. അതുപോലെ 30 days ആയപ്പോഴേക്കും അവരുടെ വെയിറ്റ് 65-ന് 60 കുറയ്ക്കാനും പറ്റി എന്നുള്ളതാണ്. അപ്പം അത്ര ഫാസ്റ്റായിട്ട് തന്നെ റിസൾട്ട് വരും. അതുപോലെ തന്നെ ഈ വെയിറ്റും കൂടി കുറയുന്നതനുസരിച്ച് വെരി ഫാസ്റ്റായിട്ട് ഈ പ്രഷറിന്റെ കുറവ് വരും. അപ്പം സ്റ്റാഗ്നേഷൻ കുറയും, അതായത് വീനസ് പ്രഷർ കുറഞ്ഞ്. അപ്പം വിതിൻ 2 weeks ആയപ്പോഴേക്കും അവർക്ക് കംപ്ലീറ്റ് സിംറ്റമാറ്റിക് റിലീഫ് കിട്ടി. പിന്നെ HbA1c ഡയബറ്റീസും അതിൻ്റെ ഒപ്പം തന്നെ മാറി. ഈ മൗത്ത് അൾസേഴ്സ്, ഈ ജോയിന്റ് പെയിൻ, അങ്ങനത്തെ പ്രശ്നങ്ങൾക്കെല്ലാം നല്ല റിലീഫ് വന്നെന്നുള്ളതാണ്. 90 days ആയപ്പോഴേക്കും അവർ വെയിറ്റ് 56, പക്ഷേ ആദ്യം നല്ല പെട്ടെന്ന് ഫാസ്റ്റായിട്ട് കുറച്ചു പിന്നെ പതുക്കെ ഉറപ്പാൻ തുടങ്ങി എന്നുള്ളതാണ്. അല്ലെങ്കിൽ പലരും എന്താ പ്രോബ്ലം പറ്റുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വെയിറ്റ് കുറയ്ക്കുമ്പോഴേക്കും നമ്മൾ റിലേറ്റീവ്സും ഫാമിലി മെമ്പേഴ്സും ഒക്കെ കുറയ്ക്കരുത്, കാരണം ഒരാളെ കുറിച്ചുള്ള ഒരു ഫിഗർ ഉണ്ടല്ലോ, അത് പെട്ടെന്ന് വ്യത്യാസം വരുമ്പം അവർ ഡിസ്കറേജ് ചെയ്യും. അതുകൊണ്ടാണ് അവർക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ 153 സെന്റിമീറ്ററേ ഉള്ളൂ, 50 കിലോയിൽ കുറയ്ക്കേണ്ടതാണ്. അത് 56.6 കൊണ്ടുവരാൻ പറ്റുള്ളൂ. അപ്പം ബേസിക്കലി 6 മാസം ആകുമ്പോഴേക്കും അവർ വീണ്ടും 50 താഴെ കൊണ്ടുവരുമെന്നാണ് നമ്മൾ അഡ്വൈസ് കൊടുത്തിരിക്കുന്നത്. അതാണ് ബേസിക്കലി വരുന്നത്. അപ്പം യൂഷ്വലി ഈ ക്ലിനിക്കലി സപ്പോർട്ട് ലൈഫ് സ്റ്റൈൽ കറക്ഷൻ കാണുന്ന ഏറ്റവും വലിയൊരു പ്രോബ്ലം, വെയിറ്റ് കുറയ്ക്കുന്ന അവർക്ക് ആഗ്രഹം ഉണ്ടെങ്കിലും വീട്ടുകാരും ഹസ്ബൻഡും മദറും, ഏറ്റവും പ്രധാനം മദേഴ്സാണ്, അവർ വെയിറ്റ് കുറയ്ക്കാൻ സമ്മതിക്കില്ല. അപ്പം അതിൻ്റെതായ ഒരു പ്രോബ്ലംസ് വരാം. പക്ഷേ ഇവർ സിംറ്റം ഫ്രീ ആയി ഇതിൻ്റെ മന്ത് തന്നെ ബാക്കി കുറച്ചും കൂടെ മറ്റുള്ള എല്ലാ കാര്യങ്ങളിലും ഇമ്പ്രൂവ്മെന്റ് വന്നു എന്നുള്ളതാണ്. അടുത്ത പേഷ്യന്റ്, ഇത് ഏജ് 60 വയസ്സാണ്, ഹൈറ്റ് 160 സെന്റിമീറ്റർ, വെയിറ്റ് 65 കിലോ.
അത്ര ഓവർ വെയിറ്റ് എന്ന് പറയാനുണ്ട്, ഓവർ വെയിറ്റ് ആണ്. എന്നാലും വെരിക്കോസ് വെയിൻ തുടങ്ങിയിട്ട് 15 വർഷമായി. കൊളസ്ട്രോളും ട്രൈഗ്ലിസറൈഡ് ഡിസ്ലൈപ്പിഡീമിയ ഉണ്ട്. പിന്നെ കാലില് ഈ കാലിന്റെ ഉള്ളം കാലിലും ഒക്കെ സോളില് ആണി എന്നൊക്കെ നമ്മൾ പറയില്ല, സ്കിൻ തടിച്ചു വരുന്നത്, അത് സിവിയർ ആയിട്ടുണ്ട്. അതുകൊണ്ട് അവർക്ക് ഒട്ടും നടക്കാൻ പറ്റുന്നില്ല. വെരിക്കോസ് വെയിനും ഉണ്ട്, അതിൻ്റെ കൂടെ ആണിയുണ്ട്. അപ്പൊ അവർ ഇതൊക്കെയാണ് കംപ്ലൈന്റ് പറയുന്നതിനും പരിശോധിച്ച് നമ്മൾ നോക്കുമ്പം അവരുടെ കാലിന്റെ വിരലുകളൊക്കെ വളരെ ഡീഫോംഡ് ആയിട്ടാണ് ഇരിക്കുന്നത്. പ്രത്യേകിച്ച് ഒരു സൈഡിലേക്ക് മാറി അലൈൻമെന്റ് തന്നെ തെറ്റിയിരിക്കുക. അപ്പൊ ഈ കാലിന് ആണി പോലെ വരാൻ, അതായത് ഇങ്ങനെ ഈ കട്ടിക്ക് സ്കിന്ന് വളർന്നിട്ട് ബുദ്ധിമുട്ടുണ്ടാക്കാനുള്ള കാരണം ഈ അലൈൻമെന്റ് തെറ്റിയിരിക്കുന്നതാണ്. അപ്പൊ ഇവർക്ക് വെരിക്കോസ് വെയിൻ്റെ ഒപ്പം തന്നെ റുമറ്റോയ്ഡ് ആർത്രൈറ്റിസും കൂടെ ഉണ്ട്. പക്ഷെ റുമറ്റോയ്ഡ് ആർത്രൈറ്റിസിന് വേണ്ടിയിട്ട് നമ്മൾ ഈ RA ഫാക്ടറും CCP ഒക്കെ പോലുള്ള ഓട്ടോ ഇമ്മ്യൂൺ ആന്റിബോഡീസ് നോക്കിയിട്ട് പക്ഷേ നെഗറ്റീവായിട്ടാണ് കാണിച്ചിരിക്കുന്നത്. അവർ നോർമലാണ്. അപ്പം സീറോ നെഗറ്റീവ് റുമറ്റോയ്ഡ് ആർത്രൈറ്റിസ് പോലെയുള്ള ഒരു സിറ്റുവേഷൻ, കാരണം അത്ര ഡീഫോമിറ്റി ഉണ്ട്. അപ്പം റുമറ്റോയ്ഡ് ആർത്രൈറ്റിസ് ഉണ്ടെന്നുള്ളത് ക്ലിയർ ആണ്. അതുപോലെ HSCRPയും ഹോമോസിസ്റ്റിൻ ലെവലും ഹൈ ആണ്. അതും വാസ്കുലാർ മാർക്കേഴ്സ് ആണ്. അത് ഹാർട്ടിന്റെ മാർക്കേഴ്സും കൂടെയാണ് ഹോമോസിസ്റ്റിനും HSCRP. അതും ഇവരിലും കൂടുതലായിരുന്നു എന്നുള്ളതാണ്. ഈവൻ ഡിസ്കംഫോർട്ട്സ് കുറഞ്ഞു വന്നു, അതുപോലെ ബ്ലഡ് പാരാമീറ്റേഴ്സ് കുറഞ്ഞു വന്നു. ഈവൻ വെയിറ്റ് 1 മന്ത് കൊണ്ട് അവർ 65 61 3 മന്ത്സ് ആയപ്പോഴേക്കും 55 കൊണ്ടുവന്നു. പ്രത്യേകിച്ച് ഇത്രയും കാലിൻ്റെ ഡീഫോമിറ്റിയും ഈ സോളിനകത്ത് അവരുടെ പ്രോബ്ലം മാറാതെ നിൽക്കുന്നത് ഈ ആണി രോഗത്തിനുള്ള പ്രശ്നങ്ങളാണ്. ബാക്കിയുള്ള വെരിക്കോസ് വെയിൻ്റെ ബുദ്ധിമുട്ടുകളും കഴപ്പും ഈ റെസ്റ്റ്ലെസ് ലെഗ് സിൻഡ്രോമും ക്രാംസും ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനത്തെ എല്ലാം ഇതിൻ്റെ 15 days ആയപ്പോൾ തന്നെ നല്ല ആശ്വാസമായി. പക്ഷേ ഈ ആണി കാരണമുള്ള ബുദ്ധിമുട്ടുകളായിരുന്നു പിന്നെ. അപ്പോൾ അതുകൊണ്ട് അവരുടെ ഏറ്റവും ലോ നോർമൽ വെയിറ്റിലേക്ക് കൊണ്ടുവരാനാണെന്ന് പറഞ്ഞത്. കാരണം 160 centimeters ഉള്ള ഒരാൾക്ക് മിനിമം ആകാവുന്ന ഇന്ത്യൻസിൻ്റെ ഇതിൽ 47 ആണ്. അപ്പോൾ അറൗണ്ട് 50 കൊണ്ടുവരിക എന്നുള്ളതാണ് ഉദ്ദേശിച്ചത്. അപ്പോൾ ആദ്യത്തെ 3 months കൊണ്ട് അവർക്ക് 55 വരാൻ പറ്റി. പിന്നെ 6 months ആയപ്പോഴേക്കും അവർ 51 വന്നു. അപ്പോഴേക്കും ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ക്ലിയർ ആയി. പക്ഷേ ആ ഡീഫോമിറ്റി ഇപ്പോഴും അവിടെ ഉണ്ട് കുറച്ച്. അപ്പോൾ അതുകൊണ്ട് തന്നെ സ്പെഷ്യൽ നന്നായിട്ട് സോഫ്റ്റ് ആയിട്ടുള്ള ചെരുപ്പുകൾ മാത്രമേ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ആണിയുടെ പിന്നെയും കുറച്ചും കൂടെ നിൽക്കുന്നുണ്ട്. പക്ഷേ കംഫർട്ടബിൾ ആയി. ഇത് ഇവർക്കാണെങ്കിൽ ഒട്ടും നടക്കാൻ പറ്റിയല്ലാതെ ഈവൻ വീടിനകത്ത് പോലും അത്യാവശ്യം ജോലികൾ പോലും ചെയ്യാൻ പറ്റാതിരുന്നത്. പക്ഷേ ഓൾമോസ്റ്റ് ഇപ്പം പുറത്തേക്ക് നടക്കാനും എല്ലാ കാര്യങ്ങളിലും കംഫർട്ടബിൾ ആയി. ഇപ്പം വെരിക്കോസ് വെയിൻ എന്നുള്ള ഒരു പ്രശ്നമില്ല. പക്ഷേ ഈ ആണിയുടെ കാര്യം മാത്രമുണ്ട്. അത് ശരിക്കും ആർത്രൈറ്റിസ് കൊണ്ട് വന്നിരിക്കുന്ന പാദത്തിന്റെ ഡീഫോമിറ്റി കൊണ്ട് വന്നിരിക്കുന്ന. അടുത്തതായി ഈ ചികിത്സാ രീതിയുടെ ശാസ്ത്രീയ അടിസ്ഥാനം എന്താണ് എന്ന് നോക്കാം. ക്ലിനിക്കൽ സൂപ്പർവിഷനോടെയും സപ്പോർട്ടോടെയുമുള്ള ജീവിതശൈലി ക്രമീകരണത്തിൽ രോഗപ്രതിരോധത്തിനും രോഗമുക്തിക്കും നിദാനമായ ഇമ്മ്യൂണിറ്റിയെ, ശരീരത്തിന്റെ സെൽഫ് ഹീലിംഗ് പവറിനെ ശാക്തീകരിക്കാനാണ് ശ്രമിക്കുന്നത്. കേടായ ശരീരകോശങ്ങളെ മാറ്റി പുതിയ ആരോഗ്യമുള്ള കോശങ്ങളെ ഉണ്ടാക്കാനും ശരീരത്തെ പുതുക്കിപ്പണിത് ആരോഗ്യം വീണ്ടെടുക്കാനുമായി 3 കാര്യങ്ങൾക്കാണ് ഊന്നൽ നൽകുന്നത്. 1. ശരീരകോശങ്ങളുടെ നിർമ്മിതിക്ക് ആവശ്യമായ പോഷകങ്ങളെല്ലാം ഉത്തമമായ അളവിലും അനുപാതത്തിലും ശരീരത്തിന് ലഭിക്കുന്നു എന്ന് ഉറപ്പാക്കാൻ ശ്രമിക്കുന്നു. 2. വ്യക്തമായ പ്ലാനിങ്ങോടെയുള്ള മിതമായ വ്യായാമത്തിലൂടെ ശരീരത്തിലെ എല്ലാ കോശങ്ങളെയും ഉത്തേജിപ്പിച്ച് രക്തയോട്ടം വർദ്ധിപ്പിച്ച് ശരീരത്തിലടിഞ്ഞ വിഷാംശം പുറത്തു കളയാൻ ശ്രമിക്കുന്നു. 3. ഭക്ഷണത്തിലൂടെയും വെള്ളത്തിലൂടെയും വായുവിലൂടെയും ലേപനങ്ങളിലൂടെയും കോസ്മെറ്റിക്കായും മരുന്നുകളായും ശരീരത്തിലെത്തുന്ന വിഷാംശം കുറയ്ക്കാൻ ശ്രമിക്കുന്നു. പ്രമേഹവും പ്രഷറും ഹൃദ്രോഗവും സ്ട്രോക്കും അലർജിയും ഓട്ടോ ഇമ്മ്യൂൺ രോഗങ്ങളും ക്യാൻസറും ഒക്കെ ജീവിതശൈലി രോഗങ്ങളുടെ വിഭാഗത്തിലാണ് പെടുന്നത്. ഇന്ന് ലോകത്തിൽ ഉപയോഗിക്കപ്പെടുന്ന മരുന്നുകളിൽ ഏകദേശം 90% ചെയ്യപ്പെടുന്ന ശസ്ത്രക്രിയകളിൽ 90% ഇത്തരം രോഗങ്ങൾക്ക് വേണ്ടിയാണ്. അതായത് 90% മരുന്നുകളും ശസ്ത്രക്രിയകളും ഒഴിവാക്കാനാകുന്നതേ ഉള്ളൂ. ജീവിതശൈലി രോഗങ്ങളെ മരുന്നോ ശസ്ത്രക്രിയയോ കൊണ്ട് മാറ്റാനാകില്ല. കാരണം ഇത്തരം ജീവിതശൈലി രോഗങ്ങൾക്ക് കാരണം മരുന്നിൻ്റെയോ ഓപ്പറേഷൻ്റെയോ കുറവല്ല. അതുകൊണ്ടാണ് ഒരിക്കൽ മരുന്ന് തുടങ്ങിയാൽ മരുന്നുകൾ തുടർച്ചയായി കഴിക്കേണ്ടി വരുന്നത്. അടുത്തത് ആരോഗ്യകാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കുന്ന വ്യക്തിയുടെ ശാസ്ത്രീയ അടിത്തറ വിലയിരുത്തേണ്ടതുണ്ട് എന്നതാണ്. ഞാൻ ഡോക്ടർ ജോളി തോമസും 1981 ബാച്ചിൽ കോട്ടയം മെഡിക്കൽ കോളേജിൽ നിന്നും BBSും തുടർന്ന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നിന്നും MDയും റീപ്രൊഡക്റ്റീവ് മെഡിസിനും സർജറിയിലും സ്പെഷ്യൽ ട്രെയിനിങ്ങുകൾക്കും ശേഷം ഗവൺമെന്റ് സർവീസിൽ ചേർന്നു. 97 റിസൈൻ ചെയ്ത ശേഷം എറണാകുളത്ത് തേവരയിൽ ലൈഫ് കെയർ സെന്ററിൽ മരുന്നുകളും ശസ്ത്രക്രിയകളും ഒഴിവാക്കി ക്ലിനിക്കൽ സപ്പോർട്ടോടെയുള്ള ജീവിതശൈലി ക്രമീകരണത്തിലൂടെ ജീവിതശൈലിയുമായി ബന്ധപ്പെട്ട രോഗങ്ങൾ തടയുന്നതിനും ചികിത്സിച്ചു മാറ്റുന്നതിനും ഊന്നൽ നൽകുന്നു. ഒരു പ്രധാന കാര്യം കൂടി എല്ലാവരും മനസ്സിലാക്കേണ്ടതുണ്ട്. നാം കഴിക്കുന്ന മരുന്നുകൾ എല്ലാം വിസർജ്യ വസ്തുക്കളായി നദികളിലേക്കും കുടിവെള്ളത്തിലേക്കും ചെടികളിലേക്കും ഭക്ഷ്യോൽപ്പന്നങ്ങളിലേക്കും എത്തും. അതായത് ഓരോ വ്യക്തിയും കഴിക്കുന്ന മരുന്നുകൾ
വെള്ളത്തിലൂടെ എല്ലാ ജീവജാലങ്ങൾക്കും ഭൂമിയിലെ ആവാസ വ്യവസ്ഥയ്ക്ക് തന്നെ ഭീഷണിയായി മാറുന്നു. അതിനാൽ ജീവിതശൈലി രോഗങ്ങളുടെ അടിസ്ഥാന കാരണമായ ജീവിതശൈലിയിലെ അപാകതകൾ കണ്ടെത്തി പരിഹരിക്കാനും മരുന്നുകളിൽ നിന്ന് മോചനം നേടാനും കഴിയേണ്ടത് ഈ തലമുറയുടെ മാത്രമല്ല, വരാൻ പോകുന്ന തലമുറകളെ രാസമലിനീകരണത്തിന്റെ വിപത്തുകളിൽ നിന്നും സംരക്ഷിക്കാൻ അനിവാര്യമാണ്. ജീവിതശൈലി രോഗങ്ങൾക്കായി ജീവിതകാലം മുഴുവൻ മരുന്ന് കഴിക്കുന്ന രീതി മാറണം. മരുന്നുകളിൽ നിന്നും മോചനം നേടേണ്ട ആവശ്യകതയെക്കുറിച്ചുള്ള അവബോധം ഉണ്ടാകണം. അതിനാൽ ജീവിതശൈലി രോഗങ്ങൾക്കായി മരുന്ന് കഴിക്കുന്നവർക്കും ഓപ്പറേഷന് തയ്യാറെടുക്കുന്നവർക്കും ഷെയർ ചെയ്യാൻ ഓർമ്മിക്കുക. ജീവിതശൈലി രോഗങ്ങൾക്ക് പരിഹാരം മരുന്നും ഓപ്പറേഷനുമല്ല, അതിൻ്റെ അടിസ്ഥാന കാരണമായ ജീവിതശൈലിയിലെ അപാകതകൾ പരിഹരിക്കുകയാണ്. വ്യത്യസ്ത ജീവിതശൈലി രോഗങ്ങളെയും വിവിധ മോഡേൺ മെഡിസിൻ ചികിത്സാ രീതികളെയും അവയുടെ ഗുണദോഷങ്ങളെയും ക്ലിനിക്കലി സപ്പോർട്ടഡ് ജീവിതശൈലി ക്രമീകരണത്തെയും കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്ക് യൂട്യൂബ് ചാനലിലെ മറ്റു വീഡിയോകൾ ലഭ്യമാണ്. താങ്ക് യു.